വചന കൂടാരത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ നയിക്കുന്നത് ഓർക്കാൻ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഗീതങ്ങൾ ആലപിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യാൻ പോകുന്നു. ദൈവകൃപ കർത്താവെ ഞങ്ങളുടെ സ്ഥാനത്ത് കർത്താവ് വ്യാപരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾക്കായി വചനം നൽകുക പ്രിയ ജോസഫ് അച്ഛനോട് പ്രാർത്ഥന കർത്താവെ, ദൈവകൃപ കർത്താവെ പ്രിയ അച്ഛനോട് ഞങ്ങളെ വ്യാപരിപ്പിക്കാം. കേൾക്കുന്ന വചന കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ജീവിത കർത്താവെ ചില ചിന്തകൾ എടുക്കുവാൻ ഈ ദിവസം കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ കൃപ, ദൈവ സാന്നിധ്യം ഞങ്ങളായ കർത്താവ് വ്യാപരിപ്പാൻ സഹായിക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന വണ്ടുകൾക്കായ ഒരു സ്തോത്രം എല്ലാം യേശു ക്രിസ്തു അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കണമേ. എല്ലാവരെയും 2025 ഇടവേള കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഗീതങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കൺവെൻഷന്റെ കോരങ്ങളായിരിക്കുന്ന ഇടവിഷ മെമ്പേഴ്സും കോരങ്ങൾ ചേർന്ന് ഗീതങ്ങൾ ഈ സമയത്ത് ആലപിക്കുന്നത് അനുഗ്രഹത്തിൽ അധിപതിയെ എന്ന ഗീതം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കൺവെൻഷൻ ബുക്കിന്റെ 1ാമത്തെ ഗീതം പാടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ വർഷത്തെ കൺവെൻഷൻ നമുക്ക് ആരംഭിക്കാം. നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ, ദൈവത്തെ സ്തോത്രം ഈ പാട്ട് പാടി ദൈവത്തിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് നയിച്ചതുപോലെ ദൈവത്തെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തിൽ അധിപതിയെ അനുഗ്രഹ നൽകി.
പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് ക്രിസ്ത്യൻ കൺവെൻഷൻ ചെയ്തതിൽ രണ്ടാമത്
പുസ്തകത്തിലെ രണ്ടാമത്തെ ഗീതം എല്ലാവരും മൂന്നാമത്തെ ഗീതം എല്ലാവരും കൈയോടെ അടിച്ചു. Thank you.
Bible reading by Mrs. Mary John. ഇന്നത്തെ കുറിച്ചുള്ള പാഠഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സെന്റ് മാത്യൂസ് 16:13-19. യേശു ഫിലിപ്പിന്റെ ഹൈസയുടെ പ്രദേശത്ത് എത്തിയ പല ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാർ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറഞ്ഞോ, ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുന്നതോ സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കും. ഇതാകുന്നു ഇന്നത്തെ ഉപകരണം. വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ഇടവയിലെ മിഷൻ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ തോമസ് വർഗീസ് മിഷൻ. വെൽക്കം ബൈ മിസ്റ്റർ തോമസ് വർഗീസ്, വൈസ് പ്രസിഡന്റ് ഓഫ് മിഷൻ. Greetings in the name of our Lord and Savior Jesus Christ. I am thankful and grateful to our God Almighty for giving me this opportunity to welcome you all. First of all, I would like to welcome our respected Vicar, the Reverend Sam K. Matthew, young and vibrant, who is guiding force for all ages from Sunday school to senior citizens. Achan's meticulous planning is also very commendable. He is very punctual, and now I know that he is taking my timing also. He has given me just 5 minutes to welcome for the welcome speech. On behalf of St. Peter's Marthoma Parish, we welcome you, Achan, for the annual convention. Thank you. Next, I would like to welcome the most favorite and most accessible priest, popularly known as Chiri Achan or Kapipodi Achan, Honorable OFM Capuchin Father, renowned speaker, Father Joseph Uttarpurukal, as the main speaker of our parish annual convention. Father Joseph Uttarpurukal is a priest with a difference. We can see priests giving serious lectures, sermons, discourses in churches, but he is the only clergyman who is also seen shining and laughing on the YouTube channels. Father was born on May 15, 1961 in a small village called Villiyathoval in Katabana, Idukki district. He was the youngest of the 5 children. Unfortunately, his 3 elder siblings were called to heavenly abode before his birth. His father served in military and his mother was a homemaker. His father's strict disciplined military lifestyle and his mother's religious nature of prayers, fasting, etc. inspired him a lot from his early childhood. Father was deeply motivated and inspired by his school teachers and his church vicars. During his childhood, he learned the lesson of solidarity, unity, brotherhood, friendship, cooperation and communication from simple common folks
of his hometown. During his childhood and adolescence, Father did his schooling from Kristuraj School and later his college graduation from Katapana. His college was situated on the hilltop and the students had to walk long miles to reach there. Father struggled hard to bring the college down from the hilltop to a more accessible area to all. During this period, he was actively involved in Kerala Congress Student Union politics. His love for storytelling, that is Katha Prasangam, and his active involvement in politics made him the star of the college. Such was his popularity in college that everyone in his village, including his parents, thought that Father had given up the idea of joining the seminary. Because of his hometown boys used to join the seminary after the grade 10, and Father also had the interest in joining the seminary when he was in his school. But Father could never ignore that, a call from God, and thus in 1980 he joined the Capuchin Church. He completed his theological education from Kottayam Caritas Capuchin Seminary. He also completed his graduation in philosophy and with third rank and LLB from Thiruvananthapuram Law Academy. On December 26, 1993, Father was ordained as a priest. Father is a family counselor, lecturer of personality development. He has delivered many lectures on personality development, family relationship, and other socially relevant issues in various countries. Kudumbol Imbamullathu Kudumbam, Kudathapol Ugambam. This is the Father's famous punchline. Slowly, with his laughter and punchlines, the real name of Father Joseph Uttapurukul disappeared into his coffee-colored cassock. It was Christopher Tirumeni who first nicknamed him as Kapipodi. His knack of explaining serious issues with humor made him famous among Malayalis as a chiri. But the fact is deeper inside him. It is a serious and matured person who also sees various social, emotional, natural and economical issues very closely. Thanks to the friendly nature, his curiosity, his minute observation of everyday life, his passion to find real happiness in small things in life. Father has authored several books. Some of them are Enikkum Ninakkum, Innayum Tunayum, Jeevitham Kochu Kochu Santoshangal, etc. Father is a voracious reader who believes that a person is formed in mother's womb but is transformed in a good human being only by reading. Presently, Father is at the Kottayam St. Thomas province of the Capuchin congregation. Father, we are indeed blessed to have you here with us and confident that your message will surely motivate us, strengthen us, which will help us strengthening our family, our parish and also our nation. On behalf of St. Peter's Marthoma Parish, I thank Almighty for your presence here and hearty welcome to our parish annual convention. Mr. Varghese will present the bouquet. We also welcome our own C. Thomas H., who is there for us and all other parishes in Pune. Not only in Marthoma but also for the other denominations also. He has traveled all over Maharashtra and worked extensively for ecumenical and evangelical missions. We heartily welcome you, H.L., on behalf of St. Marthoma Parish. Last but not least, on behalf of St. Peter's Marthoma
parish, I welcome each one of you. Each one of the members of our sister parishes and also our parish members present here in this evening for the opening day of our parish annual convention. May God bless us, each one of us. Thank you. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ഡോക്ടർ ജോർജ് ചെയ്യാൻ ക്ഷണിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ഡോക്ടർ ജോർജ് ചെയ്യും. സ്നേഹിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പാരീഷ് കൺവെൻഷനായി കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഈ ഒന്നാം ദിവസത്തെ ഞങ്ങൾക്കായി ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഞങ്ങളെ വഴി നടത്തി താങ്ങി നടത്തി ഇത്രത്തോളം എത്തിച്ച കൃപയ്ക്കായി നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ കൃപ നമ്മോടുകൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കൺവെൻഷന് നേതൃത്വം നൽകുന്ന നമ്മുടെ വികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എഡോമിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൺവെൻഷനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സി തോമസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛനെയും കുടുംബത്തെയും സന്നിധിയിൽ വരാം. ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രാസംഗികനായി സുഖകരമായ യാത്രയൊക്കെ നൽകി നമ്മുടെ മധ്യേ എത്തിയിരിക്കുന്ന ഫാദർ ജോസഫ് തമ്പരിക്കൽ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിന്റെ മകനിൽ കൂടി കേൾക്കാൻ പോകുന്ന വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹകരമായ വചനം നമുക്ക് നൽകുവാൻ തൊക്കണം അച്ഛനെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ സംഘടനകളെ നമുക്ക് ഓർക്കാം. കൺവെൻഷന്റെ ആയോജനം ചെയ്തിരിക്കുന്ന ഇടവകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സീനിയർ സിറ്റിസന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവരുണ്ട്, ക്ഷീണിതരായിട്ടുള്ളവരുണ്ട്. താങ്ങി നടത്തുന്ന പിതാവ് നമുക്ക് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സേവ സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ ചുമതലകൾ വഹിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. ഈ കൺവെൻഷന്റെ മുഖ്യ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗായക സംഘത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിനൊക്കെയും നേതൃത്വം നൽകുന്നവരെ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയിൽ രോഗികളായി കഴിയുന്നവരെ നമുക്ക് ഓർക്കാം. സൗഖ്യദായകനായ അച്ഛൻ നമുക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഡയാലിസിസിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്ന മാറ്റിച്ചാട്ടിക്ക് വേണ്ടി സാംസത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് സൗഖ്യം നൽകുവാൻ ദൈവം മതിയായവനാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യാം. വയറിൽ രോഗിയായി കഴിഞ്ഞു
നിന്റെ മകന് നൽകിയിരിക്കുന്ന സൗഖ്യത്തിനായി നമ്മോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയിലെ എല്ലാ രോഗങ്ങളെയും തിരുസനിൽ സമർപ്പിക്കാം. മറ്റു രോഗികളായി കഴിയുന്നവരുണ്ട്, അവർക്ക് സൗഖ്യത്തിനായി നമുക്ക് അപേക്ഷിക്കാം. മരണങ്ങളിലും ഹോസ്പിറ്റലിലുമായി രോഗികളായി കഴിയുന്നവർക്ക് കർത്താവേ സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആസന്നമായിരിക്കുന്ന ബോർഡ് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷ ആസന്നമായിരിക്കുന്നു. അവരുടെ പഠിത്ത കാര്യങ്ങൾക്ക് അവർക്ക് കർത്താവിന്റെ സഹായം നൽകണമേ എന്ന് നമുക്ക് അവർക്ക് പ്രാർത്ഥിക്കാം. ആസന്നമായിരിക്കുന്ന മാരാമൺ കൺവെൻഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന മണപ്പുറത്തെ ഓർക്കാം. പ്രാസംഗികരായി എത്തുന്നവർക്ക് കർത്താവെ ദൈവവചനം വിളമ്പി അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ മാരാമൺ കൺവെൻഷനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മണപ്പുറത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നമുക്ക് ഓർക്കാൻ പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമാധാനം എങ്ങനെ കണ്ടെത്തുവാൻ കഴിയുമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. യുദ്ധങ്ങളും ശണ്ടകളൊക്കെ ശമിപ്പാൻ തക്കോണം കർത്താവേ നീ അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നമ്മോട് സ്തോത്രം ചെയ്യാം. വിശേഷാൽ ട്രംപ് കർണകൂടത്തെ ഓർക്കാൻ. സമാധാനമായുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇമിഗ്രേഷനും ട്രഡീഷനും ഒക്കെ നടക്കുന്നതായ സ്ഥലത്ത് കർത്താവെ നൽകിയിരിക്കുന്ന നിർബന്ധങ്ങളൊക്കെയും അഴിച്ചു പണിയുവാൻ തക്കവണ്ണം എൻ്റെ മകന് മനസ്സുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ പാർക്കുന്ന ഈ പട്ടണത്തെ അവിടുത്തെ കരുതൽ സമർപ്പിക്കാം. സമാധാനമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മഹാരാഷ്ട്ര രാജ്യത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കാം. സമാധാനമുള്ള ഒരു ഭരണം ഈ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്തരികമായ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ പ്രത്യേകമായി ഓർക്കാം. സമാധാനം കണ്ടെത്തുവാൻ വഴി തുറക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പ്രാർത്ഥനയ്ക്ക് ചെയ്തതെന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അല്പസമയം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാരംഭ കൺവെൻഷനിൽ വന്നു ചേരുവാൻ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇടവകയിൽ നിന്ന് വന്നു കൂടിയിരിക്കുന്ന എല്ലാവരെയും, സഹോദര സഭകളിൽ നിന്ന് വന്നിരിക്കുന്നവരെയും, ഈ കൺവെൻഷനിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആവശ്യമായ കൃപ കൊണ്ട് നിറയ്ക്കണമേ. തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ നിന്റെ മക്കളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് വിശ്വാസത്തിൽ ബലപ്പെട്ട് ജീവിക്കുവാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരവിടണമെന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദൈവത്തോടെ കേൾക്കണമേ. ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരനായ സി തോമസ് അച്ഛൻ, ഫാദർ ജോസഫ് പുത്തമ്പുരിക്കൽ, ഇടവക അംഗങ്ങൾ,
വിശ്വാസമോ യേശു ക്രിസ്തുനാമത്തിലേക്കും സ്നേഹവന്ദനം. ഒരു റിലീജിയസ് ലീഡർ ആയിരിക്കുന്ന ജർമ്മൻ ഏവിയേറ്റർ ആയിരിക്കുന്ന ലൈറ്റർ ടോക്ക് ഇപ്രകാരം പറയുന്നു: ആത്മീയരുടെ പ്രദർശനത്തിലുള്ള ഒരു വേദിയല്ല ഒരു ഇടവക. ആത്മീയരുടെ പ്രദർശനത്തിലുള്ള ഒരു വേദിയല്ല ഇടവക. എന്നാൽ ആത്മീയതയിൽ പക്വത പ്രാപിക്കാനുള്ള ഒരു ഇടമാണ് ഇടവക. ഓരോ ഇടവകയിലും ആത്മീയമായ പക്വത പ്രാപിപ്പാൻ നാം ഓരോ നിമിഷവും ഓരോ പ്രാവശ്യം ഇടവരുമ്പോൾ ഓരോ കൺവെൻഷനും നിന്ന് നമ്മൾ പ്രാപിക്കുന്ന ഒരു ആത്മീയമായ പക്വത എപ്രകാരമായിരിക്കണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് കൺവെൻഷൻ? ഓരോ കൺവെൻഷനും എന്നെയും നിങ്ങളെയും സഹായിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് എൻ്റെയും എൻ്റെ ദൈവവുമായുള്ള ബന്ധം എപ്രകാരമാകുന്നു, എൻ്റെയും എൻ്റെ സഹോദരൻ ദൈവവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാകുന്നു. What is and how is my relation as an individual with my God and with my neighbor is very important that I need to think. ഓരോ കൺവെൻഷൻ നമ്മൾ ഒരുമിച്ച് ചെല്ലുമ്പോൾ എപ്രകാരമാണ് ആത്മീയതയിൽ വളരുവാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് നമ്മെ കുറിച്ച് പറഞ്ഞ പ്രധാനമാണ് about us. Who are we? We are the Bible. Word is reading. ലോകം വായിക്കുന്ന ഒരു വേദപുസ്തകം ആണ് നമ്മൾ. We are the creed. Word is needing. ലോകത്തിന് ആവശ്യമുള്ള തത്വചിന്ത ആണ് നമ്മൾ. We are the sermon. Word is reading. ലോകം ജാഗ്രതയോടെ നോക്കുന്ന വചനം നമ്മളാണ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഈ ദിവസമുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ വചനത്തിന് കൂടാതെ നാം ആയിരിക്കുമ്പോൾ നാം പഠിക്കുന്ന ചിന്തിക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായതിൻ്റെ ആവശ്യം. പ്രത്യേകിച്ച് പർത്തമാ സെന്റ് പീറ്റേഴ്സ് ഇടവകയെക്കുറിച്ച് സംബന്ധിക്കുമ്പോൾ ഇത് 3-ാമത്തെ കൺവെൻഷനാണ് നമുക്ക്. ഈ മാസം ആരംഭിച്ചപ്പോൾ പൂനെ റീജിയണൽ കൺവെൻഷൻ, അതിൻ്റെ അടുത്ത ആഴ്ച മുംബൈ ഡയസിസ് കൺവെൻഷൻ, ഇത് ഇന്ന് മുതൽ ഇടവക ആനുവൽ കൺവെൻഷൻ. അപ്പോൾ ഈ 3 കൺവെൻഷനൊക്കെ കൂടുമ്പോൾ ഈ കൺവെൻഷന് കൂടി അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം കൂടുന്ന വചന കൂടാതെ കൂടി എപ്രകാരം ആത്മീയമായ പക്വത നാം പ്രാപിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ 3 ദിവസത്തെ ഒരു കൺവെൻഷൻ നമുക്ക് അപ്രകാരം ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകുവാൻ, എന്നിലുണ്ടായിരിക്കുന്ന ക്രിസ്റ്റിക് സ്മെൽ മറ്റ് വ്യക്തികളിലേക്ക് പകരുവാൻ ദൈവം സഹായിക്കുന്നത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്ന് ഈ കൺവെൻഷനിലായിരിക്കുന്ന ജോസഫ് പുത്തമ്പുരയിൽ അച്ഛനാണ്. അച്ഛനെ കഴിഞ്ഞ വർഷം നവംബറിലേക്ക് വിളിക്കാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞ ഡിസംബർ വരെയും ഞാൻ ബിസിയാണ്, പല ഇടവകയിൽ പോകത്തക്ക രീതിയിലുള്ള പ്ലാനാണ്. അങ്ങനെയാണ് ജനുവരി മാസം ലാസ്റ്റിലേക്കുള്ള ദിവസം അച്ഛൻ നമുക്ക് നൽകിയത്. ലോകമെമ്പാടും അറിയപ്പെട്ട ഫാമിലി കൗൺസിലർ ലോകത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്തുതിക്കുന്നു. പി.ജെ. ജോസഫ് എന്ന കോളേജിൽ അറിയപ്പെട്ട തീപ്പൊരി പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തീപ്പൊരി ജോസഫ് എന്നറിയപ്പെടുന്ന, പിന്നീട് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കലായി മാറിയ, ഇന്ന് സഭയെല്ലാം അറിയപ്പെടുന്ന കാക്കോടി അച്ഛൻ എന്ന 32 വർഷത്തിലേറെ യാത്രയാണ് ഈ അച്ഛൻ്റെ വചന ശുശ്രൂഷ യാത്ര. 32 years of journey. അപ്പോൾ അച്ഛൻ്റെ ഈ പ്രസംഗ ശൈലിയെല്ലാം താൻ കോളേജായ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ശൈലിയാണ്. ആ ശൈലിയിൽ നിന്നാണ് ഇപ്രകാരം ഓരോ കുടുംബത്തെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും അച്ഛൻ്റെ പല പുസ്തകങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും പല കുടുംബങ്ങളെ കണ്ടുകൊണ്ടാണ് അച്ഛൻ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം പല വേദിയിലൊക്കെയും അച്ഛനോട് ചോദിച്ച ചോദ്യമാണ്, അച്ഛൻ എങ്ങനെയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം പറയാൻ സാധിക്കുന്നത്? അച്ഛൻ പറഞ്ഞ കാര്യം ഇത്രമാത്രമാണ്. ഓരോ കുടുംബജീവിതം കണ്ടുകൊണ്ടും ഓരോ വ്യക്തികളെയും മനസ്സിലാക്കൊണ്ടും പല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടുമാണ് അച്ഛൻ കുടുംബത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ പ്രസംഗിക്കാൻ സാധിക്കുന്നത്. അത് ദൈവത്തിന് വലിയ ദാനമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാർത്തോമാ സഭയെ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ഭാഗ്യസ്മരണയായ മാർത്തോമാ സഭയുടെ വലിയ മെത്രാപൊലീത്തയായി പ്രവർത്തിച്ച മാർത്തോമാ തിരുമേനിയാണ് കാട്ടുകൊടി അച്ഛൻ എന്ന പേര് നൽകിയത്. അത് നമ്മുടെ സഭയ്ക്ക് അഭിമാനമുള്ള കാര്യമാണ്. അച്ഛൻ ലോകമെമ്പാടും അറിയപ്പെടുന്ന കാട്ടുകൊടി അച്ഛനെന്ന്. എന്നാൽ നമ്മുടെ ഇടവകയ്ക്ക് അഭിമാനമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയ ഫാദർ ജോസഫ് പുത്തമ്പുരയിൽ അച്ഛൻ പൂനെ ആദ്യമായി കണ്ടുവരുന്നത്. ഫസ്റ്റ് ടൈം അച്ഛൻ ഇസ് കമ്മിങ് ടു പൂനെ ആൻഡ് ദെൻ ടു മാർത്തോമാ സെന്റ് പീറ്റേഴ്സ് പൂനെ. അപ്പോൾ ഈ ഇടവകയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ടൈം when we say that Father Joseph Puttaparikal came to our parish first time in Pune itself. ഇപ്രകാരം നമുക്ക് ഈ വർഷത്തെ കൺവെൻഷനായി അതിൽ കൂടി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കർത്താവ് നൽകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ വചന ശുശ്രൂഷയ്ക്ക് നമുക്കും ഏവർക്കും അനുഗ്രഹമായി തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച്
ഈ വചനത്തിൽ വളർന്നു വരാൻ നിങ്ങൾ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ, ഈ 3 ദിവസത്തെ കൺവെൻഷൻ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉള്ളിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥനയോടുകൂടി ഈ കൺവെൻഷനിൽ പങ്കുചേരണം എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു ഗീതത്തിലെ 2 ശീലകൾ പാടി വചനത്തിലേക്ക് പ്രവേശിക്കാം. കൺവെൻഷൻ പുസ്തകത്തിലെ 21-ാമത്തെ ഗീതം 21, അതിലെ ഒരു കോറസ് പാടിയിട്ട് നമ്മൾ കൺവെൻഷന്റെ വചന സൂക്ഷിലേക്ക് പ്രവേശിക്കാം. സോങ് നമ്പർ 21 ഒരു ചേർക്കാൻ പാടാം. ദൈവവചനം ജീവനും ശക്തിയും അച്ഛന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ ശ്രമിച്ച വചനഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള 20 വിശുദ്ധ വേദപുസ്തകത്തിൽ ന്യൂ ടെസ്റ്റമെന്റിൽ 120 ചോദ്യങ്ങൾ ഉണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ 120 ചോദ്യങ്ങൾ. അതിലെ 2 ചോദ്യമാണ് ഇന്ന് നിങ്ങൾ വായിച്ചു കേട്ടത്. ഞാൻ ആരെന്നാണ് നാട്ടുകാരൻ പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ 2 ചോദ്യങ്ങൾ നമ്മളോട് ആവർത്തിക്കും. ഞാൻ ആരെന്നാണ് എല്ലാവരും പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. പശ്ചാത്തലം നമുക്ക് നോക്കാം. ഇസ്രയേലിലെ ഒരു നാട്ട് രാജാവായിരുന്നു ഫിലിപ്പ് രാജാവ്. ഇസ്രയേലിലെ നാട്ടുരാജാവായ ഫിലിപ്പ് റോമിലെ സീസറിനെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു. റോമിലെ സീസറിനെ സന്ദർശിക്കാൻ വേണ്ടി സീസറിന്റെ പേരിൽ ഒരു ചെറിയ സിറ്റി പണിതു. ഇസ്രയേലിലെ രാജാവായ ഫിലിപ്പ് റോമിലെ സീസറിനെ സന്ദർശിപ്പിക്കാൻ ഇസ്രയേലിൽ ഒരു സിറ്റി പണിതു. ആ സിറ്റി സിറിയയുടെ ഗോലാൻ കുന്നിൻ്റെ താഴെയായിട്ടാണ്. അപ്പം ഫിലിപ്പ് രാജാവ് സീസറിന് വേണ്ടി പല സിറ്റിയുണ്ട്. സീസറിന്റെ ഫിലിപ്പ് എന്നറിയപ്പെടുന്ന കെസരിയ ഫിലിപ്പി, കൈസറിന്റെ ഫിലിപ്പി എന്ന പേരിൽ ആ സിറ്റി അറിയപ്പെടുന്നു. ഇന്നും അവിടെയുണ്ട് 100 അടി വീതിയും 500 അടി പൊക്കമുള്ള ഒരു പാറ. 100 അടി വീതി, 500 അടി പൊക്കം. ആ പാറയുടെ ചുവട്ടിൽ ക്രിസ്തു ശിഷ്യന്മാരെ കൊണ്ടുവന്നു. യഹൂദർക്കുണ്ട് ഇസ്രയേലിലെ ഏറ്റവും വലിയ പാറ ജെറുസലേമിലെ ഒരു പാറയാണ്. അത് സത്യമാണ്. ഇസ്രയേലിലെ ഏറ്റവും വലിയ പാറ ജെറുസലേമിലെ പാറ. ആ പാറമേൽ യഹൂദൻ ദേവാലയം പണിതു. യഹൂദന് ഈ ലോകത്തിൽ ദേവാലയം ഒന്നേ ഉള്ളൂ, ജെറുസലേം. ബാക്കി ലോകം മുഴുവൻ സിനഗോഗുകളും ദേവാലയവും. അപ്പോൾ ഇവർ വിശ്വസിച്ചു ഈ പാറയുടെ കീഴിൽ നിന്ന് മണ്ണെടുത്ത് ദൈവം ആദാമിനെ മെനഞ്ഞു. ചരിത്രമില്ല, വിശ്വാസം. ഈ പാറമേൽ അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ നിർത്തി. ഒരു വിശ്വാസം. സത്യമേ ഉള്ളൂ, മുഴുത്ത പാറ. ആ പാറമേൽ ദേവാലയം വന്നപ്പോൾ അന്ന് മുതൽ യഹൂദന്റെ സകല ആരാധനാരീതികളും പ്രാർത്ഥനാ സംവിധാനം ഈ പാറയെ ചുറ്റിപ്പറ്റിയായി. അങ്ങനെ ഊന്നൽ കൊടുത്തപ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഫിലിപ്പിന്റെ കൈസറിന്റെ ഫിലിപ്പി ചെല്ലുക. അവിടുത്തെ മുഴുത്ത പാറ കാണിച്ചിട്ട് പറഞ്ഞു ജെറുസലേമിലെ പാറയുടെ പ്രാധാന്യം പോയി. ഇനി പുതിയ പാറ, ഏകവും ശൈലവുമായ സഭയെന്ന പാറ. ഈ പാറയിൽ പുതിയ വിശ്വാസ സംവിധാനങ്ങൾ എന്ന് ചോദിച്ചു. ഞാൻ ആരാണെന്നാണ് എല്ലാവരും പറയുന്നത്. ചിലരും ഏരിയയാണ്, യോഹന്നാൻ മാർത്താനെയാണ്, പ്രവാചി ഒരുവനാണ്.
ഇതൊന്നും കേട്ട് യേശുവിന് സന്തോഷമില്ല. ക്രിസ്തു പറഞ്ഞു, ഞാൻ ആരാണെന്നാ നിങ്ങൾ പറയുക? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ആ കേസരിയാക്കിയ പേരിൽ 2 വിശ്വാസ പ്രഖ്യാപനങ്ങൾ. ഒന്ന്, മനുഷ്യന്റെ ദൈവത്തിൻ്റെ വിശ്വാസം, നീ ക്രിസ്തുവാണ്. 2, ദൈവത്തിൻ്റെ മനുഷ്യന്റെ വിശ്വാസം, നീ പാറയാണ്. ഈ ഭൂമിയിൽ ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചവന് ഒരു മനുഷ്യനെ ഒന്നിനെയും പേടിയില്ല. കാരണം അവൻ പാറയാണ്, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവന്. ഇല്ലെങ്കിൽ ഓരോ പട്ടിയുടെ വഴിയും ഞെട്ടാൻ പോകും, ഓരോ കടക്കപ്പെട്ടവനും വരയ്ക്കാൻ പോകും. നിങ്ങളുടെ വയസ്സ് ധാരാളമുണ്ട്. ഇവിടെയാണ് പറയുക, ഈ പാറ, ഈ പാറ ദൈവത്തിൻ്റെ വലിയൊരു ശക്തിയാണ്. ഇന്ന് ഈ ചോദ്യം നമ്മളോട് ചോദിക്കും. ഒന്ന്, ഞാൻ ആരാണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് മറ്റ് ജാതിക്കാർ പറയുന്നത്? അവർ വല്ലതും പറയും. മുസ്ലിങ്ങൾ പറയും പ്രവാസികൾ ഒരുവൻ, ഹിന്ദുക്കൾ പറയും അവതാര പുരുഷന്മാർ ഒരുവൻ, ചിലർ പറയും ഒരു നല്ല സാമൂഹ്യ ഉദാഹരണം. പക്ഷെ പറയും, എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന, എൻ്റെ രക്തം പാനം ചെയ്യുന്ന എൻ്റെ പുരുഷൻ കഴുത്തിൽ വഹിക്കണം. നീ പറ, ഞാൻ ആരാ? ഉത്തരം വേണം, കൃത്യമായ ഉത്തരം, നീ ക്രിസ്തുവാണ്, നീ ക്രിസ്തുവാണ്. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തിപരമായ ഉത്തരം കൊടുക്കുവാൻ ദൈവം വിളിക്കുന്ന ഒരു രാത്രിയാണിത്. ബൈബിളിൽ ഏറ്റവും മനോഹരമായ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേക കാരണം, യോഹന്നാൻ അന്ത്യത്താഴ സമയത്ത് സ്വന്തം ഇന്റലക്ച്വൽ പവർ ക്രിസ്തുവിന് കൊടുത്തവനാണ്. സ്വന്തം ബുദ്ധി, സ്വന്തം അറിവ് ക്രിസ്തുവിന് കൊടുത്തു. യോഹന്നാൻ ക്രിസ്തുവിന്റെ വർഷത്തിൽ തലധാരിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം ചിന്തകൾ, സ്വന്തം ബുദ്ധികൾ, സ്വന്തം ആലോചനകൾ കർത്താവിന് കൊടുത്തു. പിന്നെ യോഹന്നാന്റെ വാക്കുകൾ ക്രിസ്തുവിന്റെ വാക്കുകൾ, യോഹന്നാന്റെ വികാരം ക്രിസ്തുവിന്റെ വികാരം. അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനും വലിയ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷത്തിന് 4 പേരുകൾ ബൈബിൾ പഠനങ്ങളിലുണ്ട്. ഒന്ന്, ദ ഗോസ്പൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സുവിശേഷം. ദ ഗോസ്പൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സുവിശേഷം. 2, ദ ഗോസ്പൽ ഓഫ് ലൈഫ്, ജീവന്റെ സുവിശേഷം. ദ ഗോസ്പൽ ഓഫ് ലൈഫ്, ദ ഗോസ്പൽ ഓഫ് ലൈഫ്, ജീവന്റെ സുവിശേഷം. 3, ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്, സമൃദ്ധിയുടെ സുവിശേഷം. ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്, സമൃദ്ധിയുടെ സുവിശേഷം. 4, ദ ഗോസ്പൽ ഓഫ് സയൻസ് ആൻഡ് വണ്ടേഴ്സ്, സയൻസ് അടയാളം. ദ ഗോസ്പൽ ഓഫ് സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ സുവിശേഷം. യോഹന്നാൻ പഠിക്കുന്ന പാഠമുണ്ട്. ക്രിസ്തു ആരെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ പഠിക്കുന്ന പാഠം ഇതാണ്. ക്രിസ്തുവിന് ഈ പ്രത്യേകത, ക്രിസ്തുവിൻ്റെ ഈ സമൃദ്ധിയെക്കുറിച്ചാണ് യോഹന്നാൻ പഠിപ്പിക്കുക. ക്രിസ്തു വരുമ്പോൾ സമൃദ്ധി. യോഹന്നാൻ 2 ക്രിസ്തു വന്നപ്പോൾ 6 ഭരണി വീഞ്ഞിന്റെ സമൃദ്ധി. യോഹന്നാൻ 6 ക്രിസ്തു വന്നപ്പോൾ 12 കുട്ട അപ്പത്തിന്റെ സമൃദ്ധി. യോഹന്നാൻ 21 ക്രിസ്തു വന്നപ്പോൾ 153 മത്സ്യത്തിന്റെ സമൃദ്ധി. അവരെല്ലാം സമൃദ്ധിയാണ്. 2 വൈൻ, 6 ബ്രെഡ്, 21 ഫിഷ്, അവരെല്ലാം സമൃദ്ധി ക്രിസ്തു വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ മാത്രമാണ് സമുദ്രപ്രിയമായ വെള്ളം. മറ്റ് സുവിശേഷങ്ങളിൽ ഇത്രയും വെള്ളമില്ല. യോഹന്നാൻ മുഴുവൻ വെള്ളമാണ്. 1-ാം അധ്യായത്തിൽ വെള്ളത്തിൽ മീൻ പിടിച്ചവരെ ശിഷ്യരാക്കി. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ മാമോദീസ വെള്ളം നിക്കോദേമോസെ വീട്ടിൽ തിരിക്കണം. 4-ാം അധ്യായത്തിൽ യാക്കോബിന് വീട്ടിൽ വെള്ളം കൊരുന്ന സമയത്തായി. 5-ാം അധ്യായത്തിൽ ബെസേദാപുരത്തിലെ വെള്ളം. 6-ാം അധ്യായത്തിൽ വെള്ളത്തിന് പേര് നടന്നു. 7-ാം അധ്യായത്തിൽ ദാഹിക്കുമ്പോൾ മുൻകൂടിക്കുക. 9-ാം അധ്യായത്തിൽ ശിവപുരത്തിലെ വെള്ളം. 13 വെള്ളം കൊണ്ട് പാദം കഴുകി. 19 പടയാളിയെത്തിയപ്പോൾ നെഞ്ചിലും വെള്ളം ഒഴുകി. 21 ഏത് വെള്ളത്തിൽ നിന്ന് വിളിച്ചോ ആ വെള്ളത്തിലേക്ക് നീലാക്കലിലേക്ക് ശിഷ്യരെ തിരിച്ചു നൽകി. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം ആഴമായി പഠിക്കുമ്പോൾ ക്രിസ്തു ആര് എന്ന മത്തായി ചോദിക്കുമ്പോൾ ഉത്തരം യോഹന്നാനിലുണ്ട്. ആരാണ് ക്രിസ്തു? എൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങൾ ഉള്ളവനാണ് ക്രിസ്തു. ആമുഖമായി ഈ ചിന്ത ലേഖയിൽ പതിപ്പിക്കാം. ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങൾ.
7 എന്ന് പറയുമ്പോൾ ഓർത്തേക്കൽ ക്രോണോളജിക്കൽ 7, 5, 6, 7 അല്ല, ബിബ്ലിക്കൽ നമ്പർ 7. അതിൻ്റെ പ്രത്യേകത എന്താ? ഏഷ്യ മൈനറിലെ 7 സഭകൾക്കായി യോഹന്നാൻ വെളിപാട് പുസ്തകം എഴുതി. മഴവിലിൻ്റെ 7 വന്നങ്ങൾ, പരിശുദ്ധാത്മാവിന് എഴുതാനില്ല 7 ഒരു ബിബ്ലിക്കൽ സംഖ്യയാണ്. ഇവിടെയാണ് ക്രിസ്തുവിന്റെ 7 അധികാരങ്ങൾ. 1, ഹിസ് പവർ ഓവർ ക്വാളിറ്റി, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ള യേശു. ഹിസ് പവർ ഓവർ ക്വാളിറ്റി, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ള യേശു. യോഹന്നാൻ 2:1-11 വരെ ഗുണമേന്മയുടെ മേൽ അധികാരമുള്ള യേശു. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടില്ല. അവിടെ വീതി തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, വീതിയില്ല, എനിക്ക് നിൽക്കുന്നത് മനസ്സത്യം. യേശുവിൻ ക്രിസ്തുവിൻ്റെ കൽപ്പന, പന്നികൾ നിറയ്ക്കുക. പന്നികൾ നിറയ്ക്കപ്പെട്ടു. 6 പന്നികൾ വിളവാമണ്ണുകൾ വിളമ്പിയപ്പോൾ വീര്യമുള്ള തീഞ്ഞ്. അപ്പോൾ വിരുന്നുവാഴി അകത്തിയത് ആ വീഞ്ഞ് ഒന്ന് തിരിച്ചു എന്ന് പറഞ്ഞു. എല്ലാവരും മുന്തിയനും ആദ്യം വീണു, ഭൂസാവനും താഴ്ന്നതും ചെന്നി നല്ല വീഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചു വെച്ചത്. പശ്ചാത്തലം വരുക, നമ്മുടെ നാട്ടിൽ വിവാഹത്തിൽ ഒരാളെ വിളിച്ചാൽ ഫെബ്രുവരി മാസം 16-ാം തീയതി ഒരു വിവാഹം വരെ വിളിച്ചാൽ 15-ന് വൈകിട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കും, 16-ന് പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിക്കും, പിന്നെ പല്ലിൽ കുത്തി കുറ്റവും പങ്കെടുത്ത് പോകും. നമ്മുടെ രീതി അങ്ങനെ. പക്ഷേ യഹൂദർ അങ്ങനെയല്ല. ഫെബ്രുവരി 14 വിവാഹം പരിശോധിച്ചാൽ 9-ാം തീയതി മുതൽ 23-ാം തീയതി വരെ 15 ദിവസമാണ് ഇസ്രയേലിൽ വിവാഹത്തിൻ്റെ ആഘോഷം. ഈ 15 ദിവസങ്ങളിലും ക്ഷണിക്കപ്പെട്ടവർക്ക് ക്ഷണകത്തുകൊണ്ട് വരാം. കൊണ്ട കൊടുക്കുമ്പോൾ കാവൽക്കാരൻ ഒരു കോട്ട് ഇടാൻ കൊടുക്കും. ആ കോട്ടിൻ്റെ പേരാണ് വെഡി ഗാർമെന്റ്, വിവാഹ വസ്ത്രം. കത്ത് കൊടുക്കുക, കോട്ടിടുക. ഈ കോട്ടിട്ടാലെ പന്തിന് കേട്ടുകൊണ്ടു ക്ഷണിക്കപ്പെട്ടു അടയാളമാണ്. മൂക്കറ്റം തിന്നുക, കഴുത്തറ്റം കുടിക്കുക, എമ്മക്കം വിടുക, എഴുന്നേറ്റ് പോവുക, കൂട്ടി കൊടുക്കുക, കത്ത് മേടിച്ച് പോക്കിടുക, വീട്ടിൽ ചെന്ന് പറയുക, രാവിലെ എടുക്കുക, കത്തെടുക്കുക, കൊണ്ടു കൊടുക്കുക, കോട്ടിടുക. അങ്ങനെ 15 ദിവസം. ബൈബിളിൽ ആദ്യം പണ്ടാരമായ ലക്ഷ്യം കത്തെടുക്കാനും കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് വേണ്ടി വണ്ടി പോലെ കല്യാണത്തെ വീഴ്ചയില്ല, ശരിക്ക് പിടിച്ചു വിട്ടു, പുറത്തേക്ക് വിട്ടു. വെടിയെക്കാരനും ധരിച്ചില്ല, മിനിമം ഒരുക്കം അവൻ നടത്തിയില്ല. അപ്പം എന്നിട്ട് പല്ല് കുടിക്കാൻ പറഞ്ഞപ്പോൾ നിറച്ചു ഇങ്ങനെ വാരിപ്പോയി ഇത്രയും കൊടുത്തപ്പോഴാണ് വിളിക്കാത്ത കുറേ പേര് കർത്താവിനെ കാണാനും. നമ്മുടെ കേരളത്തിലെ രീതിയാണ്. MLA MP ഒരു പരിപാടി വിളിച്ചാൽ അവർ മാത്രമല്ല, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാർ ഒരു നാമമില്ലാതെ കൂടുതൽ വർഗീകരിച്ച് വരും. നിങ്ങൾ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, ശരണഭവൻ, വസന്തഭവൻ, ഉടുപ്പി കൊണ്ട് കയറി ഭക്ഷണത്തിന് ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ്റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷെ ഓർഡർ കൊടുക്കാൻ വയ്യാൻ വേണ്ടി ഒരു നാണമില്ലാതെ തേക്ക് കയറി കുത്തിയിരിക്കും. തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട, പിന്നെ മര്യാദകൾ അവൻ്റെ മോദിക്കടിയിൽ കഴിച്ചിട്ട് വരും. കാനായി വിളിക്കാത്ത ഉഴുന്നോടെ പോലെ ഓരോ പേര് ഉരുണ്ടുകയും ഇത്രയും പേര് നോക്കും ഈ രീതിയിലുള്ള കണക്കെത്തിപ്പോയി. പനി നനച്ചപ്പോൾ കരങ്ങൾ നീട്ടി പിടിച്ചപ്പോൾ വെള്ളമെടുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവലോകിൻ്റെ മുഖം പോലെ ചുമന്നു. വീര്യവിടെ വീഞ്ഞായി വലിപ്പോലും വിളമ്പി. വിളമ്പിയപ്പോൾ വിരുന്നുവാരി അകത്ത് കയറി. ഈ വീഞ്ഞ് ഒന്ന് പിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും മുന്തിയനും ആദ്യം വിളമ്പും, ലഹരി പിടിക്കുമ്പോൾ താഴ്ന്നവരും, പക്ഷെ നീ നല്ല വീഞ്ഞ് അവസാനം കഴിയും സൂക്ഷിച്ചു വെച്ചത്. എല്ലാ ജീവിതത്തിലും നല്ല ആദ്യം വിളമ്പും. ഞങ്ങൾ അച്ഛന്മാരെ കഴിഞ്ഞിട്ടില്ലേ, പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ ചില അച്ഛന്മാർ വിഷ്ണുവാൻ വേണ്ടി നടത്തുന്നു. ഈ കക്ഷിയാണ്, ഇത് കണ്ടുപിടിച്ചയാള്, ഇത് സ്ഥാപിച്ചയാള്, ഭയഭക്തി ബഹുമാനം അങ്ങേയറ്റം. പുത്തനച്ഛന്മാരും മറ്റും ആശീർവാദം കൊടുക്കുമ്പോൾ കുരിശിന്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. ഭയങ്കര ബുദ്ധി, ഭയങ്കര നീളം. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ ആശീർവാദം കൊടുക്കുന്നാൽ പൂച്ച മണ്ണ് വന്നു വരും. നീതി പോയി. അവനുണ്ടോ ലഹരി? അവനിലെ ലഹരിയില്ല. ഇത് വിവാഹത്തിലും കല്യാണം കഴിയുന്ന ആദ്യ നാൾ പൊന്നെ, തേന്, പാല്, പയമ്പ്, പൊട്ട്, പൊടി, ചക്കര, മുത്ത് കുറച്ച് നാളത്തേക്കുള്ളൂ.
നമുക്കറിയാം ഈ അമിതമായ ആവേശം ആദ്യം കഴിച്ചാൽ പെട്ടെന്ന് തീരും. അതുകൊണ്ടല്ലേ ആദ്യ ബോളിൽ 6 അടിക്കുന്ന താമസിയാത്ത സ്റ്റമ്പൗട്ടാവും. അത് ക്രിക്കറ്റിൻ്റെ നിയമമാണ്. അത് വിവാഹത്തിന് വേണ്ടി എന്താണ് വേണ്ടത്? ഒന്നും കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും കൊണ്ട് ഗേറ്റ് കണ്ടു വരിക. വരുമ്പോൾ വീഡിയോക്കാരൻ പറഞ്ഞു അവർക്ക് നല്ല പ്രതിമൻ്റെ മണമുണ്ട്, നീ ഒന്ന് കോരി എടുക്കാൻ. അവൻ കോരി എടുത്തു. എടുത്തപ്പോൾ അല്പം ഓവർ വെയിറ്റ് സിവിലിയ പോലെ നല്ല കനം, നല്ല തൂക്കം. ഇവൻ ചുവന്നും വീശി. പിന്നെ അമ്മ പെരക്കേറ്റിരുന്ന് ജെല്ലിലൂടെ കണ്ടു മോൻ ഭാര്യയെ ചുവന്നത്. അമ്മ പറഞ്ഞു വിവാഹത്തിൻ്റെ അത്ഭുതം 5 കിലോ റേഷനിൽ കിട്ടിയാൽ ഓട്ടോറിക്ഷനെ കൊണ്ടിരുന്നാണ് 67 കിലോ ചുവന്നുതരുന്ന പരിപാടിയില്ലേ. ആദ്യത്തെ ഇവരുടെ തിരിച്ചതാണ്. കുറെ വീരന്മാരുണ്ട്. കത്തോലിക്ക സഭയിൽ അമ്മോന്റെ ഒരു അക്കൃത്യമുണ്ട്. കുരിശിൻ്റെ വഴി എന്ന് പറയും. കുരിശിൻ്റെ വഴി ഒരു അമ്മോന്റെ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ നടന്നു പോവുക. 6 മണിക്ക് കുരിശിൻ്റെ വഴി, പിന്നെ അച്ഛൻ്റെ 2 കുഞ്ഞുങ്ങൾ പ്രസവമാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ 60 വയസ്സുള്ള സ്ത്രീ വീർത്ത മുഖമായിട്ട് നടന്നു പോകും. തൊട്ട് പിന്നാലെ 60-കാരൻ കെട്ടിയും വീർപ്പിച്ച മുഖമായിട്ട് പിന്നാലെ പോകും. ഞാൻ ചേട്ടാ 50 വെള്ളിയാഴ്ചയില്ലേ കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു ആ വഴി തന്നെ അച്ഛാ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം കുരിശ് പോകും, തൊട്ടുള്ള ചേട്ടൻ യാത്ര പോകും. ആദ്യകാല വീര്യം, ആദ്യകാല ലഹരി സാധാരണ ഇഷ്ടപ്പെടാം. ശവം വരുമ്പോൾ വീര്യമുണ്ട്. കാരണം ക്രിസ്തുവിന്റെ പ്രത്യേകത ഹി ഇൻക്രീസ് ഡെൻസിറ്റി. അവൻ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നവനാണ്. ക്രിസ്തു എവിടെ വന്നാലും ഡെൻസിറ്റി സാന്ദ്രത വർദ്ധിക്കും. അവൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി വീഞ്ഞിൻ്റെ ഡെൻസിറ്റി ആവും. അവൻ അച്ഛയുടെ അത്താരി നിൽക്കുമ്പോൾ വീഞ്ഞിൻ്റെ ഡെൻസിറ്റി അവൻ്റെ ബ്ലഡ്, അവൻ്റെ രക്തത്തിൻ്റെ ഡെൻസിറ്റി ആവും. അവൻ വരുമ്പോൾ സാന്ദ്രത വർദ്ധിക്കും. വീഞ്ഞ് വെള്ളം വീഞ്ഞാവും, വീഞ്ഞ് തിരിയത്വമാവും. ക്രിസ്തുവിന്റെ പ്രത്യേകതയാണ് വെള്ളം ഇഷ്ടം, വീഞ്ഞ് സ്നേഹം. കല്യാണം കഴിച്ചപ്പോൾ വെറും വെള്ളം ഇഷ്ടം, പല്ലിൻ്റെ നിറം, മുടിയുടെ നീളം, ബോഡിയുടെ ഫിഗർ, ബ്ലൗസിൻ്റെ തിളക്കം, സാരിയുടെ പകുത്ത്, സ്വർണ്ണത്തിൻ്റെ മെലിസം, ഇതൊക്കെ മതി. ഇഷ്ടത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളൂ. 7 സെക്സും 3-ാം ദിവസം ആവർത്തനമാണ്. എന്നും ആവർത്തനമാണ്. ഇഷ്ടം വളരെ ബോറാണ്, കുറെ കഴിയുമ്പോൾ തീരും. പക്ഷെ സ്നേഹമോ പല്ല് പറയുമ്പോഴും മോണി ഒട്ടുമ്പോഴും കണ്ണു പിഴിയുമ്പോഴും സ്നേഹം. 75-ാം വയസ്സിലെ സ്നേഹമാണ്, 28-ാം വയസ്സിലെ ഇഷ്ടമാണ്. നമ്മളെ വിളിക്കുന്നു ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വളരണം, വെള്ളത്തിൽ നിന്നും വീഞ്ഞിലേക്ക് വളരുക. കല്യാണം കഴിച്ചപ്പോൾ നല്ല കറുത്ത മുടി, വീഞ്ഞായി മറിയുമ്പോൾ നരച്ച മുടി, വെള്ളമായിരുന്നപ്പോൾ നിരന്ന പല്ല്, വീഞ്ഞായപ്പോഴത്തേക്ക് മോണെത്തി പല്ല് പറയും. ഓർക്കണം, എൻ്റെ ഭാര്യ എനിക്ക് വീഞ്ഞായി മാറും, എൻ്റെ ഭർത്താവ് എനിക്ക് വീഞ്ഞായി മാറും. അത് കാലഘട്ടത്തിലൂടെ ദൈവം നടത്തുന്ന ദൈവത്തിൻ്റെ വരികളും ദൈവത്തിൻ്റെ ഇടപെടലുമാണ്. ഒരു നോൺ വെജ് ഹോട്ടലിൽ 75 വയസ്സുള്ള ഭർത്താവും ഭാര്യയും മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലിസും കഴിയും. ഏറ്റവും കോളേജിലാണ് ഇടിച്ചത്. അവര് 2 റൗണ്ട് കഴിച്ചപ്പോഴും ഈ അങ്കിൾ വാങ്ങിയും കഴിച്ച് തീരുന്നില്ല. അവർ നോക്കുമ്പോൾ അങ്കിൾ ആദ്യം കഴിയും ബ്രേക്ക് തല്ലി കൊടുക്കും, ആൻറ്റി കഴിയും ഉന്തി കൊടുക്കും, അങ്കിൾ കഴിയും നെറ്റി കൊടുക്കും, ആൻറ്റി കഴിയും പൊക്കി കൊടുക്കും. പിള്ളേർ പറഞ്ഞു അങ്കിൾ ആൻറ്റി പണം ഇല്ലാത്തതിന് ബ്രേക്ക് മിസ് നടക്കുന്നത്, ഞങ്ങളുടെ വക ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലിസും ഞങ്ങൾ സ്പോൺസർ ചെയ്യല്ലേ? പങ്കിടുന്നവരോട് വേണ്ട, ഞങ്ങൾ സമാധാനമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളെ ശല്യപ്പെടുത്തില്ല. പിള്ളേർ ചോദിച്ചു നിങ്ങളെന്താ ഷെയർ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പല്ല് ആദ്യം അമ്മ കഴിയും, പിന്നെ ആൻറ്റി കൊടുക്കും, ആൻറ്റി കഴിയും അമ്മ കൊടുക്കും. ഇഷ്ടം സ്നേഹമാകുമ്പോൾ ഓർക്കാത്ത ലോകത്തിലേക്ക് പരിശോധിക്കും. ഈ കാരണം 3 സ്പിരിച്വൽ മെസ്സേജസ് നമുക്ക് തരുന്നു. 3 സ്പിരിച്വൽ മെസ്സേജസ്. 1, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്ത്രണ്ട് പുറത്തല്ല, പന്ത്രണ്ട് അകത്താണ്. 1ാമത്തെ സ്പിരിച്വൽ മെസ്സേജ് ആകാനാണ്. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ 12 പുറത്തല്ല, 12 അകത്താണ്. കാരണം തീരുന്നപ്പോൾ കടമ്പടിക്കാൻ ഓടിയില്ല. പരിഹാരം തരുന്നവൻ 12 അകത്താണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ കൗൺസിലേഴ്സ് അല്ല, ധ്യാനഗുരുക്കന്മാരല്ല, ഏതെങ്കിലും വൈദികരല്ല. പ്രശ്നത്തിന് പരിഹാരം തരുന്നവൻ നിങ്ങളുടെ വേദപുസ്തകമുണ്ട്. മുറിക്കൽ തിന്ന ആ വേദപുസ്തകം വായിക്കുക. തിരുവനന്തപുരം മെസ്സിയിൽ ചുറ്റിലേക്ക് വരിക.
മാർത്തോമാ സഭയുടെ പരമ്പരാഗത ഗാനങ്ങളും പാട്ടുകളും ആത്മാക്കളെന്ന് പ്രാർത്ഥിക്കുക. പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നത് പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. രണ്ടാമത്തെ ചിന്ത, അപ്രതീക്ഷിതമായ പകർച്ച വരുമ്പോൾ പകരാതെ പിടിച്ചിരിക്കണോ ക്രിസ്തു ഹൃദയത്തിലും വീട്ടിലും വേണം. അപ്രതീക്ഷിതമായ തകർച്ച വരുമ്പോൾ പകരാതെ പിടിച്ചിരിക്കണോ ക്രിസ്തു നമ്മുടെ വീട്ടിൽ വേണം. കാരണം അപ്രതീക്ഷിതമായ തകർച്ച വീഴും, പക്ഷെ ക്രിസ്തു കൊണ്ട് പരിഹാരമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ പോയാൽ ഒരു 15 വർഷം കൂടി പ്രസംഗിച്ച് നടക്കാം. പെട്ടെന്ന് ഒരു സ്ട്രോക്ക്, ഒരു സ്വരവടക്ക്, ദേഹത്തെ തളർച്ച, ഞാൻ തളരാതിരിക്കണം. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വേണം. മക്കളെ പ്രതീക്ഷയോടെ വളർത്തി പഠിപ്പിച്ചു, വലിയ കാര്യം നോക്കിച്ചു. ഓർത്തതുപോലെ മക്കൾ പ്രതീക്ഷിക്കും, ഒരമ്മ തളരാം, അപ്പം തളരാതിരിക്കണോ ക്രിസ്തു ഹൃദയത്തിൽ വേണം. ക്രിസ്തു ഉള്ളിലുണ്ടോ അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇവൻസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മെന്റൽ നമുക്ക് ലഭിക്കും. അവൻ വരുമ്പോൾ അപ്രതീക്ഷ തകർച്ചകൾ താങ്ങാനുള്ള കാര്യം. മൂന്നാമത് ഒരു ചിന്ത കൂടി കാണാതെ, ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു നിൽക്കുന്ന വീഞ്ഞായമാരാൻ ക്രിസ്തു പറഞ്ഞു. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു നിൽക്കുന്ന വീഞ്ഞായ ക്രിസ്തു പറഞ്ഞു. കാനായി 6 പറഞ്ഞ വെള്ളം 2 3 അളവ്, അതിൻ്റെ കണക്ക് 75 ലിറ്റർ. അങ്ങനെയുള്ള 6 പറഞ്ഞ വെള്ളം കുടിച്ചു നിൽക്കുന്ന വീഞ്ഞായി മാറി. നമ്മോട് ഒഴിച്ചു കളയുന്ന വെള്ളം എൻ്റെ കുഞ്ഞിനെ മാമോദീസയിൽ ചെലവാക്കുന്ന ദൂർത്തിൻ്റെ ഭക്ഷണം, ഒരു പെണ്ണിനെ കഴിയാൻ ചെലവാക്കുന്ന ദൂർത്തായ പണം, കുടിക്കുന്ന കള്ള്, പണിയുന്ന പേരുടെ മുഴിപ്പ്, ആവശ്യമില്ലാത്ത ചെരുപ്പ്, ആവശ്യമില്ലാത്ത സ്വർണം, ആവശ്യമില്ലാത്ത വസ്ത്രം ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. ക്രിസ്തു വരുമ്പോൾ അതിന് 500 രൂപ മാറ്റിവെച്ച് ഒരു പാവപ്പെട്ട ആളുടെ ഡയാലിസിസിന് ഞാൻ കൊടുക്കും. പെണ്ണിൻ്റെ കല്യാണം വരുമ്പോൾ അറിയാവുന്ന ഒരു പാവപ്പെട്ട പെൺകുടിക്ക് വേണ്ടി 10,000 രൂപ ഞാൻ കൊടുക്കും. ഒരു മുഴുത്ത വീട് പണിയുമ്പോൾ ഒരു കൊച്ചു വീട് നിന്നാക്കാൻ അല്പം പൈസ എൻ്റെ പോക്കറ്റിൽ പോകും. എൻ്റെ 2 മക്കൾക്ക് ചെരുപ്പ് മേടിക്കുമ്പോൾ ചെരുപ്പ് മേടിക്കാൻ കാശില്ലാത്ത ഒരു പാവപ്പെട്ട കുട്ടിയും 2 ചെരുപ്പ് ഞാൻ മേടിച്ചു കൊടുക്കും. എൻ്റെ കുഞ്ഞിന് നല്ല ഡ്രസ്സ് എടുക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കും. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു വീഞ്ഞായി മാറും. അങ്ങനെ ഇന്ന് കുടി എനിക്കിവിടെ ഉണ്ടെന്ന് അറിയത്തില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട്. നമ്മുടെയൊക്കെ മലയാളം കൺവെൻഷനിലും ഒപ്പം വടക്കൻ കൺവെൻഷനിലെ ചുമക്കും എല്ലായിടത്തും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അവിടെ മിക്ക പതിനാസന കൺവെൻഷൻ എപ്പോഴും ഉണ്ട്. ഉച്ച കഴിഞ്ഞ് ഒരു മദ്യമില്ല സെമിനാർ, മദ്യത്തിനെതിരെ. അങ്ങനെ എല്ലാവർക്കും ഈ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് കോട്ടയം നാഗമ്പലം റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇരിക്കും. അപ്പം മംഗലാപുരത്തിലുള്ള ട്രെയിൻ പോകുന്ന സമയമായി. ട്രെയിനിൻ്റെ ചൂടുകൂടി കേട്ടപ്പോൾ അവർ ഓടി വന്നു ട്രെയിനിലേക്ക്. 3 കുടിയന്മാർ ഇതിനകത്ത് കയറി, 2 കുടിയന്മാർ കഴിഞ്ഞു. 3ാമത്തെ കുടിയൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ മുമ്പോട്ടെടുത്തു. ഇയാൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ട്രെയിനിൽ പോയി. സ്റ്റേഷൻ മാസ്റ്റർ വന്നതുകൊണ്ട് സാരമില്ല, കുടുംബത്തിൽ നാണക്കേടല്ലേ, ചുമ്മാ കുടിച്ച് പരസ്യമായിട്ടല്ല, അടുത്ത ട്രെയിനിൽ കയറ്റിവിടാം, വേറെ ടിക്കറ്റ് എടുക്കില്ല. പക്ഷേ ഈ പേര് പരസ്യമായി കുടിച്ച് അവഗണനായിരുന്നു. ഇയാൾ പൊന്നു സാറേ, അതെൻ്റെ പ്രശ്നം, നീ എന്നെ എടുക്കുന്നുള്ളത് എന്നാ പറ്റി? പൊന്നു സാറേ, ഞാനായിരുന്നു മംഗലാപുരത്തിൽ പോകേണ്ടത്. അവന്മാർ ട്രെയിനിൽ അവന്മാർ പോയി, ഞാൻ പോകേണ്ടതുണ്ട്. ഈ ഒഴിച്ചു കളയുന്ന വെള്ളം ഒത്തിരിയുണ്ട്. ഒഴിച്ചു കളയുന്ന വെള്ളം അത് കുടിച്ചിട്ട് കഴിഞ്ഞാൽ ദൂർത്ത് ഈശോ വരുമ്പോൾ ഇതാകാം. ഒന്ന്, ഹിസ് പവർ ഓവർ ക്വാളിറ്റി, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ള ദേശം. 2, ഹിസ് പവർ ഓവർ ഡിസ്റ്റൻസ്, ദൂരത്തിന് മേൽ അധികാരമുള്ള ദേശം. ദൂരത്തിന് മേൽ. യോഹന്നാൻ 4:42 മുതൽ 20 സെഞ്ചൂറിയൻ, ശതാധിപൻ, 100 പേരെ അറിയും, വഴിയിൽ വെച്ച് വാദിച്ചു, വീട്ടിൽ കണ്ട പുത്രൻ സുഖപ്പെട്ടു. പ്രാർത്ഥന വഴിയിൽ സൗഖ്യം വീട്ടിൽ. ക്രിസ്തുവിൻ്റെ അധികാരമാണ് ദൂരത്തിന്. ഇവിടെ സ്വിച്ചിടുമ്പോൾ അവിടെ ലൈറ്റ് തെളിയും. ഇവിടെ സ്വിച്ചിടുമ്പോൾ അവിടെ താഴ്ന്നു. ഇതാണ് പ്രാർത്ഥന. ദൂരത്തിന് അധികാരം. ഒരമ്മാപ്പൻ ഒരുമിച്ച് സന്ധിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾ വഴിയാണോ അവിടെ ഫാനായിട്ട് കാണും, അവിടെ ലൈറ്റായിട്ട് ചെയ്യും. അച്ഛൻ ഇവിടെ കുർബാന ലഭിക്കുമ്പോൾ നിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ വീട്ടിലെല്ലാം അതിന് വരും. അവിടെയാണ് പറയുക, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെ.
ഇങ്ങനെ മഴ പെയ്യുക, സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് പെയ്യും, മഴ വേഗമായിട്ട് കിട്ടുകയും മഴത്തുള്ളിയായിട്ട് പെയ്തത്. ഇതുപോലെ നമ്മുടെ വിശുദ്ധാനെയും നമ്മുടെ കുടുംബപ്രാർത്ഥനയും നീരാവി പോലെ അത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ തലയിൽ മുകളിൽ വേഗമായിട്ട് കിട്ടുകയുണ്ട്. സാവധാനം മഴത്തുള്ളിയായിട്ട് പെയ്തത്, അനിയതയായിട്ട് പെയ്തത്. ഇതാണ് ഇന്റർസെസറി പ്രയർ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ചുമ്മാ ഇവിടുത്തെ പോലായിട്ട് പ്രാർത്ഥിക്കും. ദൈവമേ, അമേരിക്കയുടെ കോടതിയെ വെടിവെപ്പ് നിൽക്കണേ. ദൈവമേ, പശ്ചിമേഷ്യയിൽ യുദ്ധം ഉണ്ടാകും. ദൈവമേ, ബാങ്കോക്കിൽ ഭൂമി വിടുക. ദൈവമേ, ഫിലിപ്പൈൻസിലെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത്. ചുമ്മാ പ്രാർത്ഥിച്ചുള്ളൂ. ആ പ്രാർത്ഥന ദൈവം വരും. പ്രാർത്ഥിക്കുമ്പോൾ ഭാഷ ഒന്നും നോക്കണം. ഒരു കണ്ണുപൊടി രാത്രി 9 വീട്ടിൽ കണ്ണിൽ ഒരു പ്രാർത്ഥനയും ഓർമ്മ കിട്ടുന്നില്ല. പുലിയിൽ ഇന്നിരിക്കും മുഴുവൻ കായിക ഭിക്ഷാവലത്തം ഒരു വിടിയുണ്ട്. എൻ്റെ കർത്താവേ, അറിയാവുന്ന എല്ലാം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന നീ തന്നെ ഉണ്ടാക്കിയെടുത്തോടെ പോലും നീക്കും. ഇതൊരു പ്രാർത്ഥനയല്ലേ? ഇതും പ്രാർത്ഥനയാണ്. ഭാഷ നോക്കണം. 3 വർഷം കൂടി UK ഒരു മകൻ അവധിയും മോളെ കണ്ടപാടെ അമ്മയ്ക്ക് ആവേശമാണ്. അമ്മ മോളെ മോക്ക് വാക്കിയിട്ടില്ല. മോൾ അമ്മയെ നോക്കി, ഓ ജനനീ സുഖമാണ്, എന്നിട്ട് മോളെ ഒറ്റ പിടിച്ചോ. ഭാഷ പുസ്തകമല്ല, എന്തുള്ളി തോന്നുപോലെ പ്രാർത്ഥിച്ചോണം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ കിട്ടും, ചിലപ്പോൾ കൂടുതൽ കിട്ടും. നിരാശപ്പെട്ട് പ്രാർത്ഥിച്ചു. സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവെച്ച ഒരു ചിന്ത, 20 ലക്ഷം പേര് ക്ഷേമത്തിലാണ്. 20 ലക്ഷം പേര് ഒരു മഠത്തിൽ ഞാൻ ധ്യാനിച്ചു. ധ്യാനം വെള്ളിയാഴ്ച പോകുമ്പോൾ മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യും. എന്താ ചെയ്യുന്നത്? മഠത്തിന് മുറ്റിട്ട് ഒരു 3 മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ മാങ്ങാണ്ടി മണ്ണ്, അതുകൊണ്ട് മാങ്ങാണ്ടി ഒടാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും അച്ഛൻ വിലക്കി മേടിച്ച് പ്രാർത്ഥിക്കാവൂ. സ്റ്റോറി വന്നു കൈവിട ആശ്വസിച്ച വെള്ളം നിന്ന് കൈ പിടിക്കുക. പുസ്തകവും ഞാൻ മാറിന് മുടി നിന്നു, മതശുദ്ധിയെ പിന്നെ മുട്ടി നിന്നു, ആൾക്കൊരു നോട്ടം നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടത് വൃക്ഷങ്ങളെ മുളകസ്വരമായ ഇസ്രയേലിന്റെ ദൈവമായ കർത്താവേ, ഈ 3 മാവിൽ കാളാറുണ്ടാകുന്നു. മാങ്ങാണ്ടി ഒടാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും എത്തിക്കണേ. ശക്തമായ ശക്തികളും മാവിൽ കളിച്ചു. മഴ വെട്ടി കുടിച്ചതുപോലെ മാവ് നൽകുന്നു. ഞാൻ എൻ്റെ ആശുപത്രിയിൽ പോയി. 1 മാസം കഴിഞ്ഞു മതശുദ്ധിയുടെ 10 വാനമ്പഴി ജോസഫ് അച്ഛൻ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ നോട്ട് വായിച്ച് ഞങ്ങളിന്നും സന്തോഷിക്കുന്നു. പക്ഷെ അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചതും അച്ഛൻ്റെ ബന്ധനക്കാട്ടുള്ള ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് 10-ാം ദിവസം ശക്തമായ ഒരു ഗ്രാമീണയും കാറ്റും വന്നു. മാവും കൂടെ ഒഴിഞ്ഞുപോയി. ബന്ധിക്കാൻ ഒന്നുമില്ല. ചിലപ്പോൾ ഓർത്തുന്നില്ല, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയ്ക്കും വാക്കുകളും മധ്യസ്ഥ പ്രാർത്ഥിക്കും. ദൂരത്തിന് മേൽ അധികാരമുള്ള ക്രിസ്തു എന്നെ ഇന്റർസെസറി പ്രേയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. 1 ഗുണമേന്മയുടെ, 2 ദൂരത്തിന് മേൽ, 3 സമയത്തിന് മേൽ അധികാരമുള്ള ഈസ് പവർ ഓഫ് ടൈം. സമയത്തിന് മേൽ അധികാരമുള്ള യേശു. യോഹന്നാൻ 1 മുതൽ 19 വാക്യങ്ങൾ. യോഹന്നാൻ 1 മുതൽ 19 വരെ. സമയത്തിന് മേൽ അധികാരമുള്ള യേശു. കുളങ്ങളുടെ മേൽ 32 വർഷമായി തളർന്നു കിടക്കുന്ന മനുഷ്യൻ. അവന് സൗഖ്യപ്പെടാൻ പറ്റിയില്ല. അവൻ ഓർക്കാത്ത സമയത്ത് ക്രിസ്തു വന്നു, അവനെ സൗഖ്യപ്പെടുത്തി. ഓർക്കാത്ത സമയത്ത് ക്രിസ്തു വന്നു, സൗഖ്യപ്പെടുത്തി. എന്നെയും നിങ്ങളെയും പ്രശ്നം പല കാര്യവും ഓർക്കുന്ന സമയത്ത് നടക്കുന്നില്ല. നമുക്കൊന്നും ദൈവം പ്രാർത്ഥന കേട്ടില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, ഓർത്ത സമയത്ത് സൗഖ്യം കിട്ടുന്നില്ല, ഓർത്ത സമയത്ത് രോഗം മാറുന്നില്ല, ഓർത്ത സമയത്ത് പരിപാടി നടക്കുന്നില്ല, ഓർത്ത സമയത്ത് പിന്നെ കല്യാണം നടക്കുന്നില്ല, ഓർത്ത സമയത്ത് നമുക്ക് പിള്ളേരുണ്ടായില്ല. നമ്മൾ ഓർക്കുന്ന സമയത്ത് എല്ലാം നടക്കണം അല്ല. ക്രിസ്തീയ വിശ്വാസം ഒരു ധ്യാനം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണം ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതിന് ബൈബിൾ വിളിക്കുന്ന വാക്കാണ് വന്ധ്യത. വന്ധ്യത വന്ധ്യത മകളില്ലാത്ത അവസ്ഥയല്ല. ദൈവം ഇടപെടുന്ന സമയം വരെ സാധാ വന്ധ്യ. ദൈവം ഇടപെട്ട സമയം വരെ യേശുവത് വന്ധ്യ. ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടത്തിലേക്കും വന്ധ്യത. ആ കാലഘട്ടത്തിൽ ദൈവം ഇടപെടും, പ്രവർത്തിക്കണം.
സമയമായിട്ടില്ല. എൻ്റെ മോളുടെ സ്വഭാവമാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതുവരെ ആയില്ലേ? തമ്പുരാന്റെ സമയമായിട്ടില്ല. അവന്റെ സമയമുണ്ട്. യേശയ്യ 59:1 മുതൽ വാക്യങ്ങൾ. രക്ഷിക്കാനാകാത്തുന്നത് എന്റെ കരങ്ങൾ ഒഴുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്തുള്ളത് എന്റെ കാതൊന്നും മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ മുടി നയിക്കുമ്പോൾ നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. ദൈവസമയത്തിന് വേണ്ടി കാത്തിരിക്കും. ഇന്ന് ധ്യാനങ്ങളും പ്രാർത്ഥനകളും ശൈലി മാറിയപ്പോൾ, ഇന്ന് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്നതാണത് വല്ലതും കിട്ടുന്നുണ്ടോ, വല്ലതും കാണുന്നുണ്ടോ, അങ്ങനെ ശ്രദ്ധിക്കുന്ന കാലത്തില്ല നമ്മൾ ജീവിക്കുക. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ഞാൻ തലയിൽ പ്രാർത്ഥിച്ചു. മനസ്സിൽ ചോദിച്ചു, ജോസഫ് അച്ഛൻ വല്ലതും കാണുന്നുണ്ടോ, അച്ഛൻ കിട്ടുന്നുണ്ടോ, അച്ഛനെ വേഗം എരിയെ പിടിക്കാൻ പോയതാണ് പ്രാർത്ഥിക്കുമ്പോഴെ കിട്ടാനായിട്ട്. ഈ കിട്ടലൊക്കെയായി എന്ന രീതി, അതല്ല വിശ്വാസം. ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം ഏത് സമയത്തും അതയോനം പഠിപ്പിക്കുക. ദൈവം ഏത് സമയത്തും. 3-ാം അധ്യായത്തിൽ ക്രിസ്തു വന്നത് രാത്രി നിക്കോദേമോസിനെ രക്ഷിക്കാൻ. 3-ാം അധ്യായത്തിൽ അവൻ രാത്രിയിൽ വന്നു നിക്കോദേമോസ് എന്ന മനുഷ്യനെ രാത്രി. 4-ാം അധ്യായത്തിൽ അവൻ ഉച്ചയ്ക്ക് വന്നു സമയക്കാരിയിൽ നേടാൻ. 5-ാം അധ്യായത്തിൽ രാവിലെ വന്നു തറവാടിനുള്ളിൽ സുഖമില്ല. 5 രാവിലെ വന്നത്, 4 ഉച്ചയ്ക്ക് വന്നത്, 3 രാത്രി വന്നത്. എപ്പോൾ വേണമെങ്കിലും വരാം. ഇവിടെ ക്രിസ്തു പറയുക, ഒരുങ്ങിയിരിക്കുക, ജാഗരൂകരായിരിക്കുക, എപ്പോൾ വേണമെങ്കിലും വരാം. വിളക്കിൽ എണ്ണയെടുത്ത കന്യകമാരെ പോലെ ഒരുങ്ങുന്നവരായിരിക്കുക. അപ്പം എപ്പോഴാണ് ജീവിതത്തിൽ അന്യം പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഇപ്പം തന്നെ ഞാൻ കാണുന്നു 100 കണക്കിന് സഹോദരന്മാർ എൻ്റെ മുന്നിൽ ഒന്നാമത് ചാരിയിരുന്ന് മരിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നതാണ്. അച്ഛനെ ഞാൻ ഈ മേശയിൽ ചാരി നിന്ന് മരിക്കുന്നു, നിങ്ങൾ ഇരുന്ന് മരിക്കുന്നു. അല്പം വകുപ്പുമായതാണ് പത്രത്തിൽ ഒരു പേരിന് വകുപ്പ്. TV ചാനൽ പൂനെയിലെ മസോമാ സമൂഹത്തിലെ ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടമരണം എന്നത് ഒരു വലിയ വാർത്ത. എന്താണ് മരണം? Death means to breathe out. Life means to breathe in. പുറത്തേക്കുള്ള ശ്വാസം മരണം, അകത്തേക്കുള്ള ശ്വാസം ജീവൻ. അതുകൊണ്ടാണ് അറിവുള്ള ആൾക്കാർ മരണത്തെ വിളിച്ച വാക്ക് കാറ്റിപ്പോയി. ഏറ്റവും കൂടുതൽ പോയ കാറ്റ് തിരിച്ചു കയറ്റാൻ പറ്റില്ല. അപ്പം ഏത് സമയത്തും കർത്താവ് വരും. നമ്മൾ ഒരുക്കമുള്ളത് ഒരു രാത്രി ഉറങ്ങാൻ പോകണം. ഒരു ഉത്തരവുകളും വിശ്വസിച്ചേക്കല്ലേ, ഒരു കടബാധ്യത നിശ്ചയിക്കും. സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ പോവുക. സമയത്തിന് മേൽ അധികാരമുള്ള ക്രിസ്തു. 4. His power over number or limitation. എണ്ണത്തിന് മേൽ പരിമിതിയുടെ മേൽ അധികാരമുള്ള യേശു. എണ്ണത്തിന് മേൽ പരിമിതിയുടെ മേൽ അധികാരമുള്ള യേശു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 6:1 മുതൽ 15 വരെ. ഒരു പുരുഷാരൻ അവന്റെ പ്രസംഗം കേട്ട് പരിസരം വന്നിരുന്നു. അവർക്ക് വിശക്കുന്നുവെന്ന് അവർ പറയുന്നതിന് ക്രിസ്തു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാവുന്നു? അന്ത്രയോസ് ശിഷ്യൻ അവിടെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഒരു ബാലൻ, അവൻ്റെ 5 ഉണക്കയപ്പവും തന്റെ മീനും കൊണ്ടുവരാൻ കൊണ്ടുവന്നു. ഈ താമതി ഇരുത്തി വെള്ളം പറഞ്ഞ് വിളമ്പിയിട്ട് പറയുന്നു, സ്ത്രീകളും കുട്ടികളും കൂടി 5000 പുരുഷന്മാരെ രക്ഷിച്ചു. നമ്മുടെ നാട്ടിലെ കണക്കിൽ 5000 പുരുഷന്മാരെ ഉറപ്പാ 10,000 പെണ്ണുങ്ങളും 12,000 പിള്ളേരും രക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് 12 കുട്ട ബാക്കി വന്നു. എൻ്റെ 12 കുട്ട 12 അപ്പസ്തലന്മാരാ അപ്പം വീണത്. ഈ 12 അപ്പസ്തലന്മാർക്കും ഒരു അപ്പസ്തോലിക രീതിയുണ്ട്. എന്നാണെങ്കിലും ഇല്ലേന്ന് പറയുക. അത് നമ്മളിലൂടെ എത്രയോടും പഞ്ഞത്തരം പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്തെല്ലാവരും ഇല്ലേ നീ പറയും. ഈ 12 അപ്പസ്തലന്മാർ യേശുവിൻ്റെ ബാസ്കറ്റിൽ നിന്ന് അപ്പം എടുത്ത് ജനത്തിൻ്റെ ഇടയിൽ കിടന്നു പോകും. ക്രിസ്തുവിനെ നോക്കി പറഞ്ഞു, തമ്പുരാനെ തികയുമോ ആവോ. അങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തരെയും തലയിൽ ഓരോ കൊട്ടവീതം കൊണ്ടുവന്നു. ചുമക്കടാ ചുമക്ക്, പിടിക്കടാ പിടിക്കും. ഇനിമേൽ പഞ്ഞത്തരം പറയല്ലേ. 5-ാം ക്ലാസ് കാറ്റീസം പഠിക്കുന്ന കുട്ടികൾ ലേഡി ടീച്ചർ എന്ന ഗമയുടെ ആളാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ടീച്ചർ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചൊല്ലി. കൃത്യ ഉത്തരം പറയുന്ന ആൾക്ക് ഈ മൊബൈൽ ഫോൺ ഫ്രീ സമ്മാനം. കിട്ടുന്ന ആൾ തിരിച്ച്
ബൈബിളിൽ എന്നോട് ചോദിക്കും, പറഞ്ഞാൽ എനിക്ക് ഫോൺ തരണം, പറഞ്ഞാൽ എങ്ങനെ എടുക്കാം. പിള്ളേർ ടീച്ചറെ ചോദിച്ചു, യുവാസി വരും കുടി വേണ ശിഷ്യന്റെ പേര് പറയാവും. ഒരു ചാടി പറഞ്ഞു മത്തിയാസ്. അവൻ ഫോണോട് പോയി. ടീച്ചർ പറഞ്ഞു, നീ ബൈബിളിൽ നിന്നോട് ചോദിച്ചു, പറഞ്ഞാൽ ഫോൺ എനിക്ക്, പറഞ്ഞില്ലേ ഫോൺ നിനക്ക്. പിള്ളേർ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇവൻ പേര് തന്നെ. അവൻ പറഞ്ഞു, ടീച്ചറെ യേശുക്രിസ്തു 5 അപ്പം 5000 പുരുഷന്മാർക്ക് കൊടുത്തു. അവരെ തിന്നു. ആ തിന്നമാരുടെ പേര് എന്ന് പറയാമോ? അങ്ങനെ ഈ അധികാരം യേശു 5 അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അധികാരം എണ്ണത്തിന് മേൽ പരിമിതി തന്നെ. 5 അപ്പത്തിന് മേൽ ക്രിസ്തു 5 നോക്കിയേ. ഈ കൺവെൻഷൻ എടുക്കുന്ന ഓരോ കുടുംബനാഥിയും ചെയ്യേണ്ട 5 പ്രവൃത്തികൾ. 1 എടുത്തു, 2 ഉയർത്തി, 3 വാഴ്ത്തി, 4 മുറിച്ചു, 5 കൊടുത്തു. 5 പ്രവൃത്തികൾ 5 അപ്പത്തിന് മേൽ അവൻ ചെയ്യും. 1 എടുത്തു, 2 ഉയർത്തി, 3 ബ്ലസ് വാഴ്ത്തി, 4 മുറിച്ചു, 5 കൊടുത്തു. സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ വരുമ്പോൾ, വേദപുസ്തകം ദിവസവും വായിക്കുമ്പോൾ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഹൃദയത്തിൽ ഒഴുകുമ്പോൾ, വിശുദ്ധവാണിയിൽ പങ്കെടുക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ എടുത്തു, ഉയർത്തി, മുറിച്ചു കൊടുത്തു. കർത്താവ് എടുക്കാൻ സമയം കൊടുക്കണം. എപ്പോഴും ഓടുന്നവളെ കർത്താവ് എടുക്കുകയില്ല. ഇരുന്ന് കൊടുക്കണം അല്പസമയം ദൈവത്തിന് വേണ്ടി. എപ്പോഴും ഓടി കിടക്കുന്ന അച്ഛനെ ദൈവം തൊടുകയില്ല. ചുമ്മാ വാക്സാമത്തിൽ പറയാം. അച്ഛൻ ഇരുന്ന് കൊടുക്കണം. ബൈബിളിന്റെ മുമ്പിൽ, മധുമഹയുടെ മുമ്പിൽ നിങ്ങളിരിക്കണം. പ്രാർത്ഥനയുടെ മുമ്പിൽ, ഞായറാഴ്ച വിശ്രമാന്റെ മുമ്പിൽ. അപ്പോൾ അവൻ നമ്മളെ എടുത്ത് ഉയർത്തി മുറിച്ചു കൊടുക്കും. മക്കൾക്ക് തിരി കൊടുക്കുന്ന അപ്പനും അമ്മയാവും, സഭയ്ക്ക് തിരി കൊടുക്കുന്ന അച്ഛനാവും. ഇത് കൊടുക്കണം. ഈ നടുക്കത്തെ ഭാഗത്തെ വാഴ്ത്തി 2 മിനിറ്റ് കൊടുക്കാം. വാഴ്ത്തി കൊടുക്കാം, വാഴ്ത്താതെ കൊടുക്കാം. മുറുകൊടുത്തോട് കൊടുത്തോ, വാഴ്ത്താറിയ. പ്രാക്ഷ്യം കൊടുത്തോ, വാഴ്ത്തിയ. അപ്പം നമ്മൾ ഏത് രീതിയിലാണ് കൊടുക്കുന്നത്? എൻ്റെ കൂടെ ധ്യാനത്തിന് സഹായിക്കുന്ന ഒരു സാറ്, നല്ല രോഗശാന്തി വരമുള്ള സാറ്. അപ്പം അദ്ദേഹം രസപ്പെച്ച, ഇനി ഞാൻ അച്ഛൻ്റെ കൂടെ ധ്യാനത്തിന് വരുമ്പോൾ രോഗിയുടെ നിലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയില്ല. അതെന്താ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗിയുടെ രോഗം മാറും, ആ രോഗം എന്തിനായി പിടിക്കും. ഇതാണ് പ്രശ്നം. ചുമ ഉള്ളവരോട് പ്രാർത്ഥിച്ചോ, ചുമ പോകുന്നു. ഈ സാറിന് ചുമയോട് ചുമ. നടുവേദന ഉള്ളവരോട് പ്രാർത്ഥിച്ചോ, അവൻ്റെ വേദന പോകും. സാറിന് നടുവിന് വല്ലാത്ത വേദന. രോഗിയോട് ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾ സാറെ അങ്ങനെയാണെങ്കിൽ ഇനി മേലും എൻ്റെ കൂടെ ധ്യാനത്തിന് സഹായിക്കും. സാർ ഒരിക്കലും ഗർഭിണിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, ചാടി പിടിക്കുന്നത്, പേടിക്കുന്നതില്ല. ഇതിനാണ് വാക്യപ്പെടുന്നത്. ഉള്ളത് വാക്യപ്പെടുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കഴിവുള്ളതാണ്. ആ കുഞ്ഞ് ഉറങ്ങുമ്പോൾ അപ്പനും അമ്മയും മുൻകേറി കൈ നീട്ടി ആ കുഞ്ഞിനെ വാറ്റി കൊടുക്കണം. ബുദ്ധിശക്തി 10 ഇരട്ടിയാവും. ഒരു മോൻ അത് വഴിപഴിച്ച് പോയോ ഉറങ്ങി കഴിയുമ്പോൾ വാറ്റി കൊടുക്കണം. അവരുടെ സ്വഭാവം മാറും. ഒരു 10,000 500 രൂപ രോഗിക്ക് മരുന്നിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. 10,000 വർദ്ധിപ്പിക്കും. അപ്പം എന്തു സംഭവിക്കും? ജീവിതത്തിൽ എണ്ണം പരിമിതികൾ, അതിനുമേൽ അധികാരമുള്ള ഉദ്ദേശം. 1 ദൂരത്തിന് മേൽ, 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിന് മേൽ, 3 സമയത്തിന് മേൽ, 4 ലിമിറ്റേഷൻ എണ്ണത്തിന് മേൽ. യേശുവിൻ്റെ 7 അധികാരങ്ങൾ, ക്രിസ്തുവിൻ്റെ അധികാരങ്ങൾ. 5ാമത്തെ അധികാരം ഈസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ള ഉദ്ദേശം. ഈസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളത്. യോഹന്നാൻ 6:16 മുതൽ 24 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 6:16 മുതൽ 24 വരെ. ഒരു രാത്രി വള്ളത്തിൽ തലവെച്ച് പത്രോസ് ഓർന്നു. പാതിരാത്രി ഒരു ശബ്ദം. നോക്കുമ്പോൾ ഓളങ്ങളിൽ ഉറങ്ങാ പോലെ, കടലാസ് വെള്ളം വെള്ളത്തിന പോലെ ഒരു ശരീരം ഒഴുകി വരുന്നു. ഫിസിക്സിൽ ഒരു തിയറിയുണ്ട്, ദി ഓസ്മോസിസ് തിയറി. അത് ഫിസിക്സിന്റെ തിയറിയാണ്, ദി ഓസ്മോസിസ് തിയറി. ആ തിയറി സാന്ദ്രത കൂടിയത് സാന്ദ്രത വന്ന് മുങ്ങിപ്പോകും. ദേഹത്തിന് വെള്ളത്തേക്കാൾ സാന്ദ്രത, ദേഹം വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഓസ്മോസിസ് തിയറി.
കല്ലിന് വെള്ളത്തേക്കാൾ സാധ്യത കല്ല് വെള്ളത്തിൽ മുങ്ങിപ്പോകും, ഓസ്മോസിസ് തേടി. അല്ലെങ്കിൽ ഇത് ഭൂതം വെള്ളത്തിൽ കാര്യമല്ല. എന്നാ കണ്ടാലും വിളിച്ചു വരുന്ന പത്രോസുകളും ഭൂതം വരുന്നേ. ക്രിസ്തുവിന് ഭൂതമല്ല. നിന്റെ ഭൂതകാലം കാണാൻ പിടിച്ച ഗുരുവും കർത്താവമ്മ വള്ളത്തിൽ അമ്മയിൽ അന്ത്യമില്ല. അന്നം പകുതി പങ്കിട്ട സംശയമുള്ളൂ. നിന്റെ അമ്മായിയമ്മയുടെ 105 ഡിഗ്രി മണി ഒറ്റ സ്പർശത്തിൽ പൊക്കി മാറ്റിയ നിന്റെ ഗുരുവും കർത്താവമ്മ. കത്തോലിക്ക സ്കൂളിൽ 6ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടി. ആ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, മോശയുടെ അമ്മായിപ്പൻ്റെ പേര് ജത്രോ, ഭാര്യയുടെ പേര് സിപ്പോറ, അബ്രഹാമിന് മക്കളെ വെച്ച പെണ്ണുങ്ങൾ സാറ, ഹഗാർ. എങ്കിൽ പത്രോസിന്റെ അമ്മായിയുടെ പേര് എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചില്ല. കുട്ടികൾ പറഞ്ഞു ബൈബിളിലില്ല. ഒരു 10 വയസ്സുകാരൻ പറഞ്ഞു ബൈബിളില്ലെങ്കിൽ എനിക്കറിയാം. അത് ഹീബ്രു ഭാഷയിൽ അമ്മായിമ്മയുടെ പേര് ബൈബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു ടീച്ചറെ. പത്രോസിന്റെ അമ്മായിമ്മയുടെ പേര് മിസ്സിസ് കരശലായി. കാരണം ബൈബിൾ പേരിലുണ്ട്. പത്രോസിന്റെ അമ്മായിമ്മ കരശലായി പരിമിച്ച് കിടക്കുകയാണ്. ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. നിന്റെ അമ്മായിമ്മയുടെ പേര് മാറ്റിയ നിന്റെ ഗുരുവും കർത്താവാണ്. പത്രോസ് ഈ ടെക്നിക്ക് പഠിപ്പിക്കാം. പോരാമൽ നടന്നു. യേശു വെള്ളത്തിന് മുകളിൽ നടന്നു. പത്രോസിനെ നടത്തി. പ്രപഞ്ച നിയമങ്ങൾ മാറും. കല്യാണം കഴിഞ്ഞ് 8 വർഷമായി മക്കളില്ല. ഇനി ഇല്ലാതെ കഴിഞ്ഞ് 9ാം വർഷത്തിൽ ദൈവം മക്കളെ കൊടുത്തവർ. 10ഉം 11ഉം വർഷം കഴിഞ്ഞ് ദൈവം മക്കളെ കൊടുത്തവർ എത്ര പേര്. എല്ലാം മരുന്നും നിർത്തി ഇനി പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയ എത്ര ഗുരുതിമാരെ സഭയെ കാണിക്കാൻ പറ്റും. സഭയിൽ ഡോക്ടർ രോഗിയെ പരിശോധിച്ച് പറയുന്നു, കൂടിയാൽ 6 മാസം, ഏറിയ 10 മാസം. കൊതിയുള്ള ഭക്ഷണം കൊടുത്തേ, കൊതിയുള്ളവരെ വിളിച്ച് കാണിച്ചാൽ. പറഞ്ഞ ഡോക്ടർ മരിച്ചിട്ട് 10ാം വർഷം. രോഗി നല്ല രണ്ടാം ഒരു നടക്കുന്നു. ജഗതിയുടെ മകൾ എൻ്റെ സ്നേഹിതയാണ്. PCയുടെ മകൻ്റെ അഡ്വാൻസ്. അവൾ പറഞ്ഞു, അച്ഛൻ തിരുവനന്തപുരത്ത് പേരാറ് വന്നു, എൻ്റെ അപ്പൻ്റെ കൈവശം ഒന്ന് പാർട്ടിക്കും. ഞാൻ വിളിച്ചു. എന്നെ കണ്ടപാട് ജഗതി ഒന്ന് കൈകൂപ്പി. ഞാനടുത്ത് പരിചയപ്പെടായില്ല. പിന്നെ മനസ്സിലായത് ഒരു യാന്ത്രികത. ക്യാമറയെ കാണുന്നത് കൈകൂപ്പും. വീണ്ടും തിരിച്ചു. ജഗതി ചുമ്മാൻ ഒരിക്കലും ഒരച്ഛൻ ചെയ്യാൻ പറ്റില്ല. അത് മെഡിക്കൽ സയൻസിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ ഒരു അസ്ഥികളുടെ കൊടുത്ത് സൈന്യമാക്കിയ ദൈവത്തിന് അസാധ്യമൊന്നുമില്ലല്ലോ. അവരുടെ വിശ്വാസം. പ്രപഞ്ച നിയമങ്ങൾ എഴുതി കർത്താവണം മാറ്റാൻ പറ്റും. പ്രപഞ്ച നിയമത്തിന് അധികാരമുള്ളത് ക്രിസ്തു. 6ാമത്തെ അധികാരം ഹിസ് പവർ ഓർ റിസ്പോൺസിബിൾ. നിർഭാഗ്യത്തിന് മേൽ ദൗർഭാഗ്യത്തിന് മേൽ അധികാരമുള്ള യേശു. ഹിസ് പവർ ഓർ റിസ്പോൺസിബിൾ. നിർഭാഗ്യത്തിന് മേൽ ദൗർഭാഗ്യത്തിന് മേൽ അധികാരമുള്ള യേശു. യോഹന്നാൻ 9:1 മുതലുള്ള തിരുവചനങ്ങൾ. ജന്മന അന്ധനായ മനുഷ്യനെ കാണിച്ച് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായ ഇവന്റെ കുറ്റം കൊണ്ടാണോ അതോ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണ്? പഴയ നിയമത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് പൂർണ്ണശാപം. ഇന്നതില്ല. യേശു ക്രിസ്തു അത് തിരുതി. പൂർണ്ണശാപം പറയണമെന്ന് ബൈബിളിൽ ക്രിസ്തു പഠിപ്പിച്ചത്. ന്യൂട്രസ്മതി. ഇവൻ അന്ധനായ ആരുടെയും കുറ്റം കൊണ്ടല്ല, ദൈവമഹത്വം വെളിപ്പെടുത്താൻ. ഇതിനേതായാലും എനിക്ക് റേവാൻ കണ്ണട മേടിക്കാൻ കാശില്ല. കണ്ണടയ്ക്ക് കാശില്ല നോർത്തപ്പോൾ കർത്താവ് ഒരു അന്ധനെ കാണിച്ചിട്ടുണ്ട്. അന്ധനെ കാണുമ്പോൾ കണ്ണിലും കണ്ണുള്ള ഞാൻ എനിക്ക് കിട്ടിയ ദൈവമഹത്വം എന്താണ്? ഷൂസ് മേടിക്കാൻ കാശിൽ നോക്കുമ്പോൾ കാലില്ലാത്തവനെ ദൈവം കാണിക്കും. കാലില്ലാത്തവനെ കാണുമ്പോൾ ഷൂസ് വേണ്ടിയും കാലുണ്ടല്ലോ ദൈവമഹത്വം ഞാൻ കാണുന്നു. നമ്മളെക്കാൾ കാണാം ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. നമ്മളെക്കാൾ കാണാം ഒരുപാട് പേര്. കിട്ടിയ അവസ്ഥയിൽ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുള്ളൂ. തന്നെയുമല്ല, അവശരാണ്, ക്ഷീണിതരാണ് നമ്മൾ കാണുന്ന ചിലതൊക്കെ. അതും അഭിനയമാണ്. ശരിക്കും ക്ഷേമമാവണമെന്നില്ല. കുറവിലൊരു പള്ളിയുണ്ട്. ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ അന്ധന്മാരുടെ ജില്ലാ സമ്മേളനം. എല്ലാവരും പറയും, കണ്ണോട് നിങ്ങൾ കണിതാതെ കൊണ്ടു തന്നിട്ടുമാണ്. ഒരു ചേട്ടന് അനുഭവം. ചേട്ടൻ തൊത്തിരുപാട് തൊട്ടിട്ട് കൊടുത്തു. തൊട്ട് ഉരുണ്ടു പോയി. അന്നൻ പറയും ഒറ്റ ഓട്ടം. അവൻ തൊട്ടിട്ട് കൊടുക്കുന്നു. അവരുടെ അഭിനയിച്ചു. ഇയാളുടെ കണ്ണ് കാണാവുന്നു. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അവൻ പോലീസാരെ ചരിക്കുന്നു. ഇതിൻ്റെ വൈദ്യം വേണ്ട. അതെന്താ? യഥാർത്ഥ അന്നന് പകരം വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അന്നനാണ് ഞാൻ. യഥാർത്ഥ അന്നൻ എന്ത് ചെയ്യും? അവൻ അഞ്ചരിക്കേ വരുള്ളൂ. എവിടെ പോയാൽ സിനിമാണ് പോയത്. അവൻ അഞ്ചരിക്കാൻ വരുള്ളൂ. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇനി നമ്മളെക്കാൾ കുറഞ്ഞ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് കൂട്ടുകാർ പറഞ്ഞു,
അച്ഛൻ പോയി നിർബന്ധമായി പുലിമുരുകൻ എന്ന സിനിമ കാണും. ഞാൻ പുലിമുരുകൻ കാണാൻ ചെന്നു. ടിക്കറ്റ് ഇരിക്കുന്ന ആൾ പറഞ്ഞു കപ്പുച്ചൻ സന്യാസിയാണ്, കൂടുതലൊന്നും വേണ്ട, ഏറ്റവും താമ ടിക്കറ്റ് മതി. അവൻ രസികൻ. അവൻ ചോദിച്ചു തറ ടിക്കറ്റ് മതിയോ? തറയിൽ തറ അത് മേടിച്ച് തലയിൽ നിന്ന് സിനിമ കാണുമ്പോൾ ഇൻ്റർവെല്ലിന് 5 മിനിറ്റ് മുമ്പിൽ നിന്ന് അനക്കം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും താമസം തറയാൻ നിൽക്കുമ്പോൾ വേറെ കുറേ പേര് തറ മാന്തിയിട്ട് കുഴിറ്റിക്കറ്റിൽ നിന്ന് ഇരിക്കുന്നു. നമ്മളെക്കാൾ താമ ഒരുപാട് പേരുണ്ട്. കിട്ടിയ അവസ്ഥയിൽ സന്തോഷിക്കും, കിട്ടാത്തതെന്ന് പറഞ്ഞത് കിട്ടിയതിന് നന്ദി, എല്ലാവരുടെയും ദാനമല്ലേ ആ ഓർമ്മ. അപ്പം നമ്മളെക്കാൾ താമസമുണ്ട്. അപ്പം നിർഭാഗ്യം പരീക്ഷ എന്നെ വെച്ചാൽ പരിഹാരം എനിക്കായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഉറക്കം ചിന്തയുടെ അവസാനിപ്പിക്കാം. ക്രിസ്തുവിൻ്റെ 7ാമത്തെ അധികാരം ഈസ് പവർ ഓവർ ഡെത്ത്. മരണത്തിന് മേൽ അധികാരമുള്ള യേശു. മരണം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിന്റെ മരണമാണ്. 32 മുതൽ വാക്യങ്ങളിൽ കാണാം. ലാസർ മരിച്ചിട്ട് 4 നാൾ കഴിഞ്ഞു. 4-ാം നാളിൽ ബെഥനിയായി ലാസറിന്റെ വീട്ടിൽ ക്രിസ്തു വന്നു. എൻ്റെ 4-ാം നാൾ മെഡിക്കൽ സയൻസിൽ മാംസം അസ്ഥിയിൽ നിന്നും അഴിഞ്ഞു വേണ്ട ദിവസം 4-ാം ദിവസം. സ്പിരിച്വൽ ഹിസ്റ്ററിയിൽ 3 ദിവസം വരെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് സാധ്യത. ആ സാധ്യത ശ്രമിച്ചാൽ 4-ാം ദിവസം. ഈ 4-ാം ദിവസത്തിൽ യേശു വരികയാണ്. വന്നിട്ട് പറയുന്നു ലാസർ മരിച്ചിട്ടില്ല, ലാസർ ഉറങ്ങുകയാണ്. ലാസർ മരിച്ചിട്ടില്ല, ലാസർ ഉറങ്ങുകയാണ്. മനുഷ്യന്റെ മരണത്തെ ഉറക്കമായി കാണിച്ചത് ക്രിസ്തുവാണ്. എന്തിനാ ഉറങ്ങുന്നത്? ഉറങ്ങുന്നത് ശീലം വരുമ്പോഴാണ്. രാത്രി 10-ക്ക് കിടക്കുമ്പോൾ രാവിലെ 5-ക്ക് അലാം വെച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങും. 5-ക്ക് അലാം അടിക്കുമ്പോൾ നമ്മൾ ഉണർവോടെ ചാരി എഴുന്നേൽക്കും. ഇതുപോലെ നമ്മുടെ ശരീരം ഒരു കല്ലറയിൽ അടക്കുമ്പോൾ പെട്ടിയുടെ തലയ്ക്കൽ കല്ലറയുടെ തലയ്ക്കൽ ഒരു അലാം വെച്ചിട്ടാണ് നമ്മളെ അടക്കുക. രാത്രി 10-ക്ക് കിടക്കുമ്പോൾ ഒരു അമ്മ അപ്പൻ തലയ്ക്കൽ അലാം കൊടുക്കുപോലെ അടക്കുന്ന കല്ലറയുടെ തലയ്ക്കൽ ഒരു അലാം കൊടുക്കും. ആ അലാമിന്റെ പേരാണ് അന്തിമകാഹളം. അന്തിമകാഹളം. ആ അലാം അടിക്കുമ്പോൾ മനുഷ്യരെല്ലാം എഴുന്നേൽക്കും, എല്ലാവരും എഴുന്നേൽക്കും. അത് കണ്ട പരിശുദ്ധനായ പൗലോസ് 1 കൊരിന്ത്യർ 15:55 മരണമേ നിന്റെ വിജയങ്ങളുടെ, മരണമേ നിന്റെ ആധിപത്യങ്ങളുടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തോടുകൂടി മരണത്തിന്റെ ആധിപത്യം എന്നേക്കുമായി അവസാനിച്ചു എന്ന് പറയാം. എന്നേക്കുമായി അവസാനിച്ചു. അപ്പൊ നമ്മുടെ യാത്ര ജീവനും മരണത്തിനുള്ള ഒരു നൂൽപ്പാലത്തിലെ യാത്രയാണ്. എന്നേക്കും മരിക്കും, വരും. എന്റെ അമ്മ മരിച്ചു, അമ്മ മരിച്ചു, ഒരിക്കൽ ഞാൻ അവരെ കാണും. എന്റെ വിശ്വാസം വിതച്ചത് വിത്ത് മുളച്ചത് ചെടി. ആണെങ്കിൽ അനുസരിച്ചിരിക്കും. വീട്ടിൽ ഒരു അനുസരിച്ച ശരീരം പിരിഞ്ഞുപോയ സകലതയും ഒരിക്കൽ ദൈവത്തിന്റെ മഹിമയിൽ വലതുവശത്ത് കാണും. ഇതല്ലേ മരണത്തിന്റെ ആധിപത്യം. ഇനി മരണത്തെക്കുറിച്ചും അമിതമായ ഭയമൊന്നും ആരും വെച്ചേക്കരുത്. ചുമ്മാ ഓർത്തോണം, ഹിന്ദുക്കളുടെ ശരീരം തീനാളം നോക്കിയെടുക്കും. ക്രിസ്ത്യാനിയാണ്, മാർപ്പാപ്പയാണേലും ബലിമതാപുരത്തിലാണേലും മെത്താനാണേലും അച്ഛന്മാരാണേലും സിനിമാണേലും പട്ടാള മേധാവിയാണേലും സീരന്തിയാണേലും വിശ്വസുന്ദരിയാണേലും ക്രിസ്ത്യാനിയാണോ പുഴുവിൻ്റെ പലഹാരം നമ്മൾ ഓർത്തോണം. ചില സ്ത്രീകളൊക്കെ കുതിരവാല് പോലെ മുടിയിട്ട് തല മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് കാലം കയറി പള്ളിയിൽ നിന്ന് പോകുമ്പോൾ കണ്ടാത്തൊന്നും ഇവളാണ് ഗബ്രിയേൽ മാലാഖയുടെ ഇടയിൽ വന്നത്. പക്ഷെ ഇങ്ങനെ കാലം കയറുമ്പോൾ ഏതോ സിമിറ്റിയിൽ നിന്ന് കുറെ പുഴുക്കൾ നമ്മളെ നോക്കി ചിരിക്കും. എന്നാ പറയുമ്പോൾ നാളത്തെ പലഹാരം കാലം കൊണ്ട് പോകുന്നില്ലേ, തിരുവനന്തപുരം ജീവിതം. എന്നാലും ഉറപ്പ് ഇതിനപ്പുറത്തേക്ക് നിൽക്കുന്നതിനോട് ഒരു വിശ്വാസം. ആ വിശ്വാസങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ. ക്രിസ്തുവിൻ്റെ 7 അധികാരങ്ങൾക്ക് നമ്മളെ നമുക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ക്രിസ്തുവിൻ്റെ അധികാരങ്ങൾക്ക് ഗുണമേന്മയുടെ അധികാരമുള്ള ക്രിസ്തു നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റി മറിക്കട്ടെ. ദൂരത്തിന് മേൽ അധികാരമുള്ള യേശു മധ്യസ്ഥ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. സമയത്തിന് മേൽ അധികാരമുള്ള യേശു ഒന്നിനും നിരാശപ്പെടാതെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ കൃപ തരട്ടെ. ഈ എണ്ണത്തിന് മേൽ അധികാരമുള്ള യേശു നമ്മുടെ പരിമിതികളെല്ലാം പരിഹരിക്കട്ടെ. പ്രപഞ്ച മേൽ അധികാരമുള്ള യേശു ഇന്നുവരെ അസാധ്യമായ പലതും സാധ്യമാക്കി രൂപപ്പെടുത്തട്ടെ.
നിർഭാഗ്യത്തിനുമേൽ അധികാരമുള്ള യേശു നമ്മുടെ ദൗർഭാഗ്യങ്ങൾ, നമ്മുടെ നിർഭാഗ്യങ്ങൾ അവയെല്ലാം മഹത്വത്തിന് വലിയതായി രൂപാന്തരപ്പെടുത്തട്ടെ. മരണത്തിന്മേൽ അധികാരമുള്ള ക്രിസ്തു മരണത്തിനപ്പുറം ജീവിതത്തോടുന്നോർത്ത് ഈ ജീവിതത്തിൽ ജീവിക്കണം. നമ്മൾ അങ്ങനെ ജീവിച്ചോ അങ്ങനെയല്ല നമ്മുടെ മരണത്തിനപ്പുറം ജീവിതമുണ്ട്. അവർ ജീവിതത്തെ വിളിക്കുവാൻ ക്രിസ്തു വിളിക്കും. ആ കവി നമുക്കായിരിക്കാം വന്നതിനും വരുവാനുള്ളവരുമായ വിഷയം. നിങ്ങളുടെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ശുശ്രൂഷ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കാം. കേരള വൈദ്യുതി സ്ഥാനത്തിൽ മിസസ് റെന്നി വിഷു പ്രാർത്ഥിക്കും. Amen.
much, Convention choir members.